So good evening all. നമ്മുടെ ഫസ്റ്റ് കോമ്പസ് സെഷനിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് വൈ വി കോൾ ആസ് കോമ്പസ് ടു ഷോ യു ദ ഡയറക്ട്സ് എക്സാക്ട് ഡയറക്ഷൻ നിങ്ങൾക്ക് ഷോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇങ്ങനെ ഒരു സെഷൻ ഒരു പേരൊക്കെ ഇട്ട് നമ്മൾ വെരി ആക്റ്റീവ്ലി 30th onwards കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു. സോ മോർ ദാൻ ദാറ്റ് അതിന് അത്ര തന്നെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സിമിലർ സെഷൻ ഹെഡ് ഓഫീസ് അവിടെ കണ്ടക്ട് ചെയ്തു എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു സെഷൻ ഹെഡ് ഓഫീസ് കണ്ടക്ട് ചെയ്ത സമയത്ത് നമുക്ക് സെയിം സെഷൻ്റെ റിപ്പീറ്റേഷൻ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു സെഷൻസ് കേരള അല്ലെങ്കിൽ സോ ഒരു മലയാള സെഷൻ ഓഫ്ലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യാണ്ട് കീപ്പ് ചെയ്തിരുന്നത്. ഇറ്റ്സ് ലൈക്ക് ഫോർ MDMS വി ആർ റെഗുലർലി കണ്ടക്ടിങ് സെഷൻ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇയേഴ്സ് ആയിട്ട് 5 to 6 years നെക്സ്റ്റ് ഇയർ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന 6th സെഷനാണ്. ഒരുപാട് ഭയങ്കര നല്ല ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. സോ ദിസ് ഇയർ വി വിൽ റെസ്റ്റ് ദ സെഷൻ ജസ്റ്റ് ഓൺലൈൻ ആയിട്ടുള്ള ഒരു സ്മോൾ സെഷൻ ആയിട്ട് മാത്രം നമ്മൾ റെസ്റ്റ് ചെയ്യും. ആൻഡ് ദ ഫസ്റ്റ് നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് വിൽ ബി ലൈക്ക് എക്സ്റ്റെൻസീവ് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ JRസിനൊക്കെ കൊണ്ടുവന്ന് നടത്താൻ പറ്റുന്നതാണ്. സോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാണ്ടിരിക്കട്ടെ. ഈ വർഷം തന്നെ നിങ്ങൾ എല്ലാവരും PG നേരെ കയറിപ്പോയിനാൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ സെഷൻ വേണ്ടി വരില്ല. സോ ഈ വർഷം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതർ ദാൻ ഒരുപാട് കാര്യങ്ങൾ ഹെഡ് ഓഫീസ് നടത്തിയ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ വിൽ ബി ബ്രീഫിംഗ് ഷോർട്ട്ലി റിഗാർഡിങ് ലൈക്ക് ചെറിയ എക്കോ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഐശ്വര്യയുടെ സൗണ്ട് കുറച്ച് ലൗഡ് സ്പീക്കർ സൗണ്ട് കുറച്ച് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്കോയും കുറച്ച് കുറഞ്ഞു കിട്ടും. സോ ഇൻ ദി സെഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൗൺസിലിംഗ് സെഷന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നിങ്ങളെ അവെയർ ആക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് കോഴ്സസ് സെലക്ട് ചെയ്യുക ലൈക്ക് ടുവേർഡ്സ് ദ എൻഡ് ഹൗ വിൽ ബി യുവർ JRship. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എന്താ പറയാ സോഷ്യൽ ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ സം ഇമ്പോർട്ടൻറ്റ് തിങ്സ് യു ക്യാൻ നോട്ട് ലൈക്ക് ഞാൻ ഈ റൈറ്റിംഗിലേക്കോ ടാബിലേക്കോ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംതിങ് മിസ് ആവാനോ ഞാൻ കോൺസെൻട്രേഷൻ പോകാനോ മിസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ പേപ്പറിൽ എഴുതി ഓരോ കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടാം. സോ ഫസ്റ്റ് നമുക്കറിയാം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് സീറ്റ് മാട്രിക്സ് നിങ്ങൾക്ക് ഇപ്പം കിട്ടി. സോ അതിൽ 50% സീറ്റാണ്. 50% അത് ഗവൺമെന്റ് സീറ്റാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. റിമൈനിങ് ആയിട്ടുള്ള സീറ്റ്സ് സ്റ്റേറ്റിലാണ്. അത് സെൽഫ് ഫിനാൻസിംഗിൽ വരുന്നത്. ബാക്കിയുള്ള സീറ്റ്സ് സ്റ്റേറ്റ് കോട്ടയിലാണ്. സ്റ്റേറ്റിന്റെ ഫർദർ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നതാണ്. സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 അപ്ഡേറ്റ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് സെക്ഷനിൽ പറയാം. സോ ഫസ്റ്റ് തിങ് ഈസ് ഓൾ ഇന്ത്യയിൽ അലോട്ട്മെന്റ് 50% ഗവൺമെന്റിലെ സീറ്റും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ സീറ്റ്സും ആണ്. ഫസ്റ്റ് തിങ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് കൗൺസിലിംഗ് സെഷനിൽ എനിക്ക് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് സെഷൻ എന്നുള്ളതാണ്. സോ ഇറ്റ് വിൽ സ്റ്റാർട്ടിങ് ഫ്രം 2nd ജൂലൈ നൈറ്റോ ചെയ്യാന്നുള്ളത്. ഒന്നും റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം പോയി അലോട്ട്മെന്റ് കൊടുക്കുന്ന ആൾക്ക് പെട്ടെന്ന് അലോട്ട്മെന്റ് കിട്ടുന്നൊന്നുമില്ല. നിങ്ങൾ 3rd, 4th, 5th ചെയ്താൽ മതി. 6th മാറ്റി വെക്കണ്ട. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു കോൺടാക്ട് ദ ഹെഡ് ഓഫീസ് മീൻസ് കൗൺസിലിംഗ് അലോട്ട്മെന്റ് സെഷനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടി വരും. സോ അധികം ലേറ്റ് ആവേണ്ട. 12th നൈറ്റ് രാത്രി 2nd നൈറ്റ് രാത്രി തന്നെ ഇരുന്ന് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. 3rd മോസ്റ്റ്ലി 3rd വളരെ കംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരേണ്ടത് 1000 rupees ഫീ വരുന്നുണ്ട്. 1000 rupees നോൺ റീഫണ്ടബിൾ ആയ ഫീ ആണ്. നമ്മൾ ആ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഫീ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് 500 rupees ഫോർ റിസർവ്ഡ് കാറ്റഗറിന് 500 rupees ആണ്. ആൻഡ് ചോയ്സ് ഫില്ലിംഗ് അത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ വേറെയാണ് ചോയ്സ് ഫില്ലിംഗ്. ചോയ്സ് ഫില്ലിങ്ങിന് യൂണിവേഴ്സിറ്റി കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആ സീറ്റ് ഞാൻ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു വില്ലിനെസ് കാണിക്കാനുള്ള. വെറുതെ ആരെങ്കിലുമൊക്കെ വന്ന് ചോയ്സ് ഫില്ലിംഗ് എടുത്ത് പോയത് ഇതിനൊന്നും താല്പര്യമില്ല. ഇപ്പൊ റീസെന്റ് എയിംസ് കിട്ടിയ ആളുകളുണ്ട്. ആ എയിംസ് കിട്ടിയ ആളുകൾ വെറുതെ ഒരു 25,000 ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വെറുതെ ചോയ്സ് ഫില്ല് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതിൽ തന്നെ ഇപ്പം ഉണ്ടാവും നമ്മുടെ അസ്നല്ലായിരുന്നല്ലോ ആരാ നമ്മുടെ എയിംസ് കിട്ടിപ്പോയ കുട്ടിയുടെ പേരെന്തായിരുന്നു? ഐശ്വര്യ അസ്ന എന്നായിരുന്നു അല്ലെ? അസ്നൊക്കെ മോസ്റ്റ്ലി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പോയി ഫില്ല് ചെയ്യും. സോ 25,000 കൊടുക്കണം. അതോടെ ബ്ലോക്ക് ആവുന്ന കണ്ടു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആരും ഫില്ല് ചെയ്യില്ല. സോ അതിന് കൊടുക്കുന്നതാണ് ഈ 25,000. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ഫീസ് കൊടുക്കുന്ന സമയത്ത് ഡീംഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. സോ അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി ഹയർ ഫീസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? രജിസ്ട്രേഷൻ ഫില്ല് ചെയ്യേണ്ടി വരും. സോ കൗൺസിലിങ്ങിന്റെ കോളേജ് സെലക്ഷന് വേണ്ടി ഫില്ല് ചെയ്യാൻ കൊടുക്കുന്നതാണ് എക്സ്ട്രാ എമൗണ്ട്.
ഈ സെക്യൂരിറ്റി എമൗണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമില്ലാത്ത എമൗണ്ട്സ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളെ എമൗണ്ട് ലോസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇതിന്റെ റിസൾട്ട് വരുന്നത് 10th ആൻഡ് ബിഫോർ ദ 10th 8th 9th ഒരു മോക്ക് അലോട്ട്മെന്റ് വരുന്നതാണ്. മോക്ക് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല, സ്റ്റിൽ ഒരു മോക്ക് അലോട്ട്മെന്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ മോക്ക് അലോട്ട്മെന്റിൽ 8th 9th മോക്ക് അലോട്ട്മെന്റ് വരും. ആൻഡ് തേർഡ് സ്റ്റെപ്പ് 10th റിസൾട്ട് വന്ന് 11th to 17 ജോയിനിങ് വരുന്നത്. 11th to 17 നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങൾ ഫിസിക്കൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പറ്റും. സോ അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല. ആൻഡ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ 18th and 19th ഈ റിപ്പോർട്ട് കൗൺസിലിംഗ് ഇതിലേക്ക് പോകും. എന്താ പറയാ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വരും. സോ വളരെ ഇമ്പോർട്ടൻ്റ് നോക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇറ്റ്സ് ഫ്രീ എക്സിറ്റ് എന്നാണ് ടേം, നന്നായി ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ 25,000 നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കില്ല. അതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് എക്സ്റ്റെൻസീവ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ മീനിങ്. കാരണം നിങ്ങൾക്ക് അത് എവിടെ കിട്ടും എന്നുള്ളത് അറിയാത്ത, അല്ലെങ്കിൽ നന്നായി കിട്ടുന്ന അറിയുന്ന ആളുകൾ അത് തന്നെ കൊടുത്താൽ മതി. സ്റ്റിൽ നമ്മുടെ ഓപ്ഷൻ ഫില്ലിംഗ് കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ്സാണ് ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെന്റ്. സോ നിങ്ങൾ സീറ്റ് അലോട്ട് ചെയ്തില്ല, കാരണം ഫോർ എക്സാമ്പിൾ ഒരു 500 റാങ്കുള്ള ഒരാൾ, അയാൾക്ക് എവിടെ അലോട്ടഡ് ആവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീരിയസ്ലി ഈ വർഷത്തെ അലോട്ട്മെന്റിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, 25,000 കൊടുത്ത് എത്ര ആൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എക്സ്റ്റെൻസീവ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ളത്. ആൻഡ് റൗണ്ട് 2 നിങ്ങളെ റാങ്കിനേക്കാളും ഡബിൾ നമ്പർ ഓഫ് ഓപ്ഷൻ കൊടുക്കുക എന്നുള്ള അപ്രോക്സിമേറ്റ്ലി ചെയ്യാറുള്ളത്. അതിങ്ങനെ തെരഞ്ഞെടുത്തിട്ട് എവിടേക്കോ കൊണ്ടുപോയി കൊടുക്കണ്ട. നാഗാലാൻഡ്, മേഘാലയ, ജമ്മു കാശ്മീർ അങ്ങനെയൊക്കെ ഭയങ്കര ഇതായി പോകേണ്ട ആവശ്യം. സ്റ്റിൽ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള നിങ്ങൾ പോകൂലേ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഏരിയ വരെ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഏരിയയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം. കിട്ടിയാലല്ലേ പോകണമെന്ന് തീരുമാനിക്കണേ. എന്തായാലും പോകില്ല എന്നുള്ള ഏരിയ എന്തായാലും നിങ്ങൾ കൊടുക്കാണ്ടിരിക്കുക. ആൻഡ് ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് റെഡ് ഫ്ലാഗ് ആയിട്ട് പറയാനുള്ളത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അലോട്ട്മെന്റ് കൊടുക്കണം. ആൻഡ് മൂവിങ് ടു സെക്കൻഡ് റൗണ്ടിൽ എത്തുമ്പോൾ നമുക്ക് 7th സ്റ്റെപ്പിലേക്ക് എത്തി. 5th 6th ഒക്കെ ഞാൻ പറഞ്ഞു. അത് നടക്കാൻ പോകുന്നത് എന്ത് ചേഞ്ചസ് ഉണ്ടാവുക ഇതിനോട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കുക എന്നുള്ളത്. നമ്മുടെ ആ ഗ്രൂപ്പിൽ എപ്പോഴും കണക്ട് ചെയ്തിരിക്കുക, ഇതിലെ ആളുകൾ എപ്പോഴും കണക്ട് ചെയ്തിരിക്കുക. എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഒരു അലോട്ട്മെന്റ് കൊടുത്ത് സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റിന്റെ ടൈമിലാണ് അലോട്ട്മെന്റ് ഒരു തവണ ക്യാൻസൽ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നീറ്റ് PG നീറ്റ് MDS കിട്ടുന്നതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇനി നിങ്ങൾ നേരിടാൻ പോകുന്നത്. പ്രോസ്പെക്ടസ് വായിക്കുന്നു, ഇടയ്ക്ക് അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്യുന്നു, ചിലപ്പോൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കുറെ നീളുന്നു. ഈ പറഞ്ഞ ഹോസ്പിറ്റൽ എടുക്കണോ, ഹോസ്പിറ്റൽസിനെ കുറിച്ച് കോളേജസിനെ കുറിച്ച് പഠിക്കുന്നു. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്രോസസ്. സോ സിമ്പിൾ ആണ് എന്നും ആരും വിചാരിക്കേണ്ട, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് ഞാൻ കൊടുത്തിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവിടെ തന്നെ നിൽക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സെക്കൻഡ് അലോട്ട്മെന്റിന് പോയി. ഞാൻ തുറന്നു നോക്കുമ്പോൾ എനിക്ക് അലോട്ട്മെന്റ് ഇല്ല. എന്നിട്ട് ഞാൻ ഓപ്പൺ, അതായത് സ്പോട്ട് അലോട്ട്മെന്റിന് രണ്ടാമത് മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. സോ ആരും മിസ്സാക്കരുത്, ഉറപ്പ് വരുത്തുക. 2-3 ആൾക്കാരായിട്ട് മിനിമം കണക്റ്റഡ് ആയിരിക്കുക. ഓക്കെ തന്നെയല്ലേ ഞാൻ ചെയ്തത്, ഇന്ന് അലോട്ട്മെന്റ് ലോക്ക് ആക്കിയിട്ടുണ്ടല്ലോ, കയറിയിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുക. അലോട്ട്മെന്റ് ചില സ്റ്റെപ്പ് ചിലപ്പം ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്തിട്ട് ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ ചെല്ലാണ്ട് വേറെ ഡേറ്റ് ഒന്നും കൂടി ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 20 to 28 നിങ്ങൾ ഈ ഡേറ്റ്സ്, ഈ പറഞ്ഞിരിക്കുന്ന 1 month നല്ല പക്ക അവെയർ ആയിട്ടിരിക്കുക. ടൂറോ ട്രാവലോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും റിമൈൻ ചെയ്തിട്ടുണ്ടോ, പിന്നെ നിങ്ങൾ അലോട്ട്മെന്റ് വേറെ ആരെയും ഏൽപ്പിക്കാണ്ടിരിക്കുക. അത്ര റെസ്പോൺസിബിൾ ആയിട്ട് ഒരാളും ചെയ്യൂല. മാത്രമല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ വേറെ ആളെ പറയേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് 2 20 to 28 തന്നെയാണ് പുതിയ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു സീറ്റ് കിട്ടാത്ത ഒരാൾ, ഈ ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് മാത്രമുള്ള ഇത് മാത്രമല്ല, ഒരു ടീമിന് മാത്രം രണ്ടാമത് ഫില്ല് ചെയ്യേണ്ട. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി, ഫ്രീ എക്സിറ്റ് ചെയ്തു, ദാറ്റ് മീൻസ് നിങ്ങൾ ഈ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് ഈ റൗണ്ടിൽ നിന്ന് താൽക്കാലികം മാറി നിൽക്കുകയാണ്. കാരണം കിട്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇനിയും പല ചോയ്സസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാമത് ചോയ്സ് ഫില്ലിങ് നടത്തണം, ന്യൂ രജിസ്ട്രേഷൻ അവിടെ നടത്തണം. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് കൊടുക്കാൻ മറന്ന ആളുകളോ അല്ലെങ്കിൽ അപ്പം കൊടുക്കുന്നില്ല പിന്നെ കൊടുക്കാൻ തീരുമാനിച്ച ആളുകൾക്കോ ന്യൂ രജിസ്ട്രേഷനും പുതിയ രജിസ്ട്രേഷൻ റൗണ്ട് 2 വേണം. പുതിയ രജിസ്ട്രേഷൻ റൗണ്ട് 2 വേണ്ടാത്ത ആരാളുള്ളത്, ഓൾറെഡി രജിസ്ട്രേഷൻ ഫുള്ള് കൊടുത്തു പക്ഷെ ഒരു കോളേജും അലോട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെയും കയറി ക്ലിക്ക് ചെയ്യണം. ഇന്നാക്റ്റീവ് ആയിട്ട് നിന്നാൽ പോരാ, റൗണ്ട് 2 ആക്റ്റീവ്ലി, എല്ലാം ആക്റ്റീവ് പ്രോസസ്സാണ്.
മോസ്റ്റ് ഓഫ് ദ സ്റ്റെപ്പ് ആർ ആക്റ്റീവ് പ്രോസസ്. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, ഇന്നാക്റ്റീവ് ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ചെയ്ത് രണ്ടാമത് വരുമ്പോൾ അത് എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, എവരി സ്റ്റെപ്പ് ആക്റ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ പുതിയൊരു ഇതിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് ഫ്രീ എക്സിറ്റ് ഇല്ല. അതുകൊണ്ട് എന്താ, സെക്കൻഡ് റൗണ്ട് കിട്ടുന്ന കോളേജ് മാത്രം കൊടുക്കുക. സെക്കൻഡ് റൗണ്ടിൽ 2 റെഡ് അലേർട്ട് ഉണ്ട്. ഒന്ന് ചോയ്സ് ഫില്ലിംഗ് എക്സ്റ്റെൻസീവ് ആയിട്ട് കൊടുക്കരുത്. നിങ്ങൾ പോകുന്ന ഉറപ്പുള്ള കോളേജ്. കാരണം ഫസ്റ്റ് നിന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എവിടെയാണ് എനിക്ക് കിട്ടുന്നത് കിട്ടാത്തത്. വേറെ ആൾക്കാർ ഇങ്ങനെ കിട്ടി, എൻ്റെ മറ്റേ ഫ്രണ്ട് 240 റാങ്ക് ഇവിടെ വരെ പോയത്, അതുകൊണ്ട് എനിക്കിത് കിട്ടും എന്നുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പോകാൻ ചാൻസസ് ഉള്ള കോളേജ് മാത്രം കൊടുക്കുക. ഇനി പേടിച്ചിരിക്കേണ്ട, സെക്കൻഡ് റൗണ്ട് നടക്കുന്ന സമയത്ത് കേരള ഫസ്റ്റ് റൗണ്ട് നടക്കും. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കേരളത്തിൽ എവിടെ കിട്ടും എന്നുള്ള ഐഡിയ അതിൻ്റെ കൂടെ തന്നെ പാരലൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ഫ്രീ എക്സിറ്റ് ഇല്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സീറ്റ് കഴിഞ്ഞാൽ അവിടെ പോകാൻ പോകുന്നത് ആദ്യം അടച്ച 25,000 ആണ്. സോ നിങ്ങൾ ബെറ്റ് അല്ലെങ്കിൽ ആ സെക്കൻഡ് റൗണ്ടിൽ ബെറ്റ് ചെയ്യുന്നത് വേറെ, നിങ്ങൾ എന്താ പറയുക, PG അലോട്ട്മെന്റ് ഒന്നും ബെറ്റ് ചെയ്യുന്നില്ല. ബെറ്റ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റൗണ്ടിൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ 25,000 ആണ്. അത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 25,000 ലോസ് ആവില്ല. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ 25,000 ലോസ് ആവും. പക്ഷെ ജോയിനിങ്, ഈ പറഞ്ഞ ടോട്ടൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ, സെക്കൻഡ് റൗണ്ട് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സെക്കൻഡ് റൗണ്ട് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഏറ്റവും വലിയ റെഡ് പോയിന്റ് അതായിരിക്കും. സെക്കൻഡ് റൗണ്ട് ഓൾ ഇന്ത്യയിൽ, കേരള പറയുന്നത്, സെക്കൻഡ് റൗണ്ട് ഓൾ ഇന്ത്യ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഫർദർ അലോട്ട്മെന്റ് ഇല്ല, സ്റ്റേറ്റിൽ വേറെ അലോട്ട്മെന്റ് ഇല്ല. ഇങ്ങനെ ആക്സിഡൻസ് പറ്റിയ ആളുകൾ തന്നെ എനിക്കറിയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ MDMS തന്നെ ട്രിവാൻഡ്രത്ത് സർജറി കിട്ടി, അതേപോലെ പോകുന്നതാണ് കാലിക്കറ്റ് സർജറി. ഇപ്പൊ ട്രിവാൻഡ്രത്ത് സർജറി ഓൾ ഇന്ത്യ കിട്ടിയ ആള് അടുത്ത റൗണ്ടിൽ കേരളത്തിലേക്ക്, റൗണ്ട് 2 കേരളത്തിൽ കാലിക്കറ്റ് കിട്ടും എന്ന് ഉറപ്പാണ്. പക്ഷെ ആളെന്ത് ചെയ്ത്, കിട്ടിയതിന് ജസ്റ്റ് അലോട്ട്മെന്റ് എടുത്തിട്ട് ഹയർ കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ അത് ജോയിൻ ചെയ്തതോടുകൂടി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, കേരള അലോട്ട്മെന്റ് അവിടെ സ്റ്റോപ്പായി മാറും. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റെഡ് ഫ്ലാഗ് സൈൻ ആണ്, അവിടെ സൈൻ അല്ല, റെഡ് ഫ്ലാഗ് ആണ്. നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക. ഓൾ ഇന്ത്യ റൗണ്ട് 2 ജോയിൻ ചെയ്യുന്നെങ്കിൽ 2 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യാം. അതോടുകൂടി അലോട്ട്മെന്റ് തീർന്നു. നമുക്ക് ഡാഷ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ റൗണ്ട് 2 വെച്ചിട്ടാണ് പറയാം. അടുത്ത റൗണ്ടാണ് മോപ്പപ്പ് റൗണ്ട്. മോപ്പപ്പ് റൗണ്ടിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൗണ്ട് 2 സീറ്റ് കിട്ടാത്ത ആളുകളായിരിക്കണം. റൗണ്ട് 2 എക്സിറ്റ് ചെയ്ത ആളുകൾ, ഫ്രീ എക്സിറ്റ് അല്ല, റൗണ്ട് 2 25,000 കൊടുത്ത് എക്സിറ്റ് ചെയ്ത ആളുകൾക്കും എന്താ പറയുക, മോപ്പപ്പ് റൗണ്ട് കഴിഞ്ഞാൽ പുതിയ രജിസ്ട്രേഷൻ അവിടെയും പോസിബിൾ ആണെന്നുള്ളതാണ്. കാരണം എല്ലാവരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ റൗണ്ട് ആവശ്യമില്ലല്ലോ. ആൻഡ് ഫോർത്ത് റൗണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല, സീറ്റ് എടുക്കുക എന്നുള്ള. ആൻഡ് ഫോർത്ത് റൗണ്ട് അപ്ഗ്രഡേഷൻ. യെസ്, സെക്കൻഡിന്ന് ജോയിൻ ചെയ്തിട്ട് അപ്ഗ്രഡേഷൻ എന്നുള്ള ഒരു സ്റ്റെപ്പ് അവിടെ ഉണ്ട്. സെക്കൻഡ് ജോയിൻ ചെയ്ത് അപ്ഗ്രഡേഷൻ കൊടുക്കാം. അവിടെയാണ് മൂന്നാമത്തെ ടോട്ടൽ റെഡ് ഫ്ലാഗ് വരുന്നാൻ പോകുന്നത്. അപ്ഗ്രഡേഷൻ കൊടുക്കുന്ന ആളുകളിൽ കിട്ടിയാൽ പോവാൻ തീരുമാനിക്കേണ്ട. അപ്ഗ്രേഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സീറ്റ് പോയി. അപ്ഗ്രഡേഷൻ എന്നുള്ള ടേം മാത്രം ശ്രദ്ധിക്കുക. അപ്ഗ്രഡേഷനിൽ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് അല്ല, ചില ആളുകൾ മിസ്റ്റേക്ക് കിട്ടും. അപ്ഗ്രഡേഷന് വേണ്ടി നമ്മളൊരു കോളേജ് പോകും, എന്നിട്ട് എന്താ കിട്ടിയാൽ ആലോചിക്കാൻ പോണത് എന്നില്ല. നിങ്ങളെ സീറ്റ് വേറെ ആൾക്ക് കൊടുത്തും ചെയ്തു, നിങ്ങളെ പിടിച്ച് പുതിയ സീറ്റിലേക്ക് ഇരുത്തുകയും ചെയ്തു. അതുകൊണ്ട് അപ്ഗ്രഡേഷൻ എന്നുള്ള ടേം അടുത്ത ഏറ്റവും ടോപ്പുള്ള ഞാൻ സെക്കൻഡ് റൗണ്ടിലെ ജോയിനിങ് ആണ് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ താഴെയുള്ളതാണ് അപ്ഗ്രഡേഷൻ. അപ്ഗ്രഡേഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ഗ്രേഡഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ താഴെ സീറ്റ് പോകും. അപ്ഗ്രേഡഡ് ആയി ഞാൻ അവിടെ പോയി പിന്നെ ഇങ്ങോട്ട് വരാം എന്നൊന്നും വിചാരിക്കരുത്. ഈ സീറ്റ് വേറെ ആൾക്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതെന്തായാലും മേക്ക് ഷുവർ ചെയ്യുക. അപ്പൊ ആ സീറ്റ് ഇനി കിട്ടൂല എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ഫോർത്ത് റൗണ്ട് എന്നുണ്ട്, അതാണ് സ്ട്രേ വേക്കൻറ്റ്. ഇതൊന്നും എവിടെയും കോമൺ ആയി കൺസിഡർ ചെയ്യുന്ന കാര്യമല്ല. സ്ട്രേ വേക്കൻറ്റ് സീറ്റൊക്കെ നിങ്ങൾ റിസ്ക് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് സ്ട്രേ വേക്കൻറ്റ്. തേർഡ് വരെ, അതായത് സ്പോട്ട് അലോട്ട്മെന്റ് വരെ ഒക്കെ ഓക്കെയാണ്. സ്ട്രേ വേക്കൻറ്റ് വെരി റിസ്കി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ആ സീറ്റ് വരൂല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില ആളുകൾ ഡ്രോപ്പ് ചെയ്യും, കേരള അലോട്ട്മെന്റിലേക്ക് പോവുകയൊക്കെ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും സീറ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും, ചില ആൾ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്, ചില ആൾ കേസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനത്തെ സീറ്റുകളൊക്കെ മാറും. മാത്രമല്ല ചില റിസർവ്ഡ് സീറ്റ്സ് കാറ്റഗറീസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് മാറും. അത് തേർഡ് റൗണ്ടിൽ തന്നെ മാറുന്നുണ്ട്. സ്റ്റിൽ അതിനെ കുറിച്ചൊന്നും നിങ്ങൾ പ്യൂർലി ബോധഡ് ആവണ്ട, കാരണം നിങ്ങളുടെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളല്ല അത്. സോ അതെന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്തിട്ട് പതുപ്പത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ ഇനി കേരള രജിസ്ട്രേഷൻ, ഞാൻ ഓൾ ഇന്ത്യനെ കുറിച്ച് എല്ലാ സ്റ്റെപ്സും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഐശ്വര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഐശ്വര്യ അതിലേക്ക് വരും. കേരള അലോട്ട്മെന്റ്
നെക്സ്റ്റ് മൈ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരള അലോട്ട്മെന്റ്. കേരള അലോട്ട്മെന്റിലേക്ക് പറയാനുള്ളത്, കേരള നിങ്ങൾക്ക് നേരെ പോയി അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. കേരള റാങ്കിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഇതുവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് കേരള CE വെബ്സൈറ്റിൽ നിങ്ങൾ കേരളന്റെ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അപേക്ഷിക്കണമെന്നല്ല, അപേക്ഷ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർ ഇതേപോലെ കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ വിളിക്കും. ഈ കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ ആരെ വിളിക്കുക? കേരള റാങ്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ BDS പഠിച്ച ആളുകളെ, മാത്രമല്ല കേരള ഡൊമിസൈൽ ആയിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ള ആളുകളൊക്കെ കേരളത്തിലെ റാങ്ക് അപ്ലൈ ചെയ്യാൻ വിളിക്കും. കാരണം നിങ്ങൾ ഇതുണ്ടാവും, അതർ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും, മേഘാലയ, ഡൽഹി എന്നോ രാജസ്ഥാൻ എന്നൊക്കെ, അവരെയും കേരള റാങ്കിൽ ഉൾപ്പെടുത്തും. കാരണം ദേ ഹാവ് അറ്റൻഡ് ദെയർ ബേസിക് ഡിഗ്രി ഫ്രം കേരള. അതുകൊണ്ട് കേരളത്തിലാണ്. അപ്പൊ അവരൊക്കെ യൂട്ടിലൈസ് ചെയ്ത്, നിങ്ങളെ നേരത്തെ ഉണ്ടാക്കിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലേ, അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ആളുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതിലേക്ക്. കാരണം നിങ്ങൾ കേരള കുട്ടികളെ മാത്രം ആഡ് ചെയ്തിട്ടുണ്ടാവുക, അതിൽ പുറത്തുനിന്ന് കുറച്ച് ആൾ കൂടി കേരള ഗ്രൂപ്പിൽ വരും. മാത്രമല്ല പണ്ടൊക്കെ ആണെങ്കിൽ സർവീസിലുള്ള ആളുകളെയും ഈ ഇടയിലുള്ള റാങ്കിലേക്ക് വരും. അപ്പൊ കുറച്ചുകൂടി പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ഡയലൂട്ടഡ് ആവും. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ ഒരു 50 റാങ്കാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനേക്കാളും കുറച്ചുകൂടി മുകളിലേക്കാണ് റാങ്ക് പോവുക. അതൊരു 70-75 റാങ്കിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ റെഡ് മാർക്ക് ചെയ്തൊക്കെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ സീറ്റ് ഇട്ടില്ല. ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ കിട്ടൂല എന്നുള്ളതാണ്. സോ അത് ഞാൻ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ റാങ്കും പിടിച്ചിരിക്കുന്നത്, കേരളത്തിന്റെ റാങ്ക് സെപ്പറേറ്റ് ഉണ്ടാവണമെങ്കിൽ അത് അപ്ലൈ തന്നെ വേണം. പിന്നെ സീറ്റ് മെട്രിക്സ് ഒക്കെ നന്നായി നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫുള്ളി റിലയബിൾ ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ കാര്യങ്ങൾ വരുന്നത്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് സെക്കൻഡ് അലോട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരോ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റിലെ സീറ്റ് പറയാൻ പറ്റില്ല. കാരണം കുറെ പേര് ഫ്രീ എക്സിറ്റ് അല്ലെങ്കിൽ 25,000 കൊടുത്തിട്ടാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ലീവ് ചെയ്യാൻ നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. സോ സെക്കൻഡ് അലോട്ട്മെന്റ് സെക്കൻഡ് റൗണ്ടിന് വേണ്ടി സെക്കൻഡ് അലോട്ട്മെന്റിൽ ലാസ്റ്റ് റാങ്ക് നിൽക്കരുത്. അതിലൊക്കെ ഫ്ലക്ച്വേഷൻസ്, വേരിയേഷൻസ് ഉണ്ടാവും. ഫോർവേഡും ബാക്ക്വേർഡും ഒക്കെ വേരിയേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ അവറേജ് റാങ്ക് ഉള്ള ആളുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റില് എല്ലാം എക്സ്റ്റൻസീവ് കൊടുക്കുന്നുണ്ടാവും, എല്ലാവർക്കും എക്സ്റ്റൻസീവ്. സെക്കൻഡ് റൗണ്ട് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക. തേർഡ് റൗണ്ടിന് വെയിറ്റ് ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും ഡ്രോപ്പ് ആവുണ്ടെങ്കിൽ മാത്രം എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കേരള അലോട്ട്മെന്റിലേക്ക് വരിക, സ്റ്റേറ്റ് അലോട്ട്മെന്റിലേക്കാവും പിന്നെ നിങ്ങളെ പോസിബിലിറ്റീസ് കൂടുതൽ ഉണ്ടാവുക. ആൻഡ് കുറച്ചുകൂടി അവറേജ് ആണെങ്കിൽ കുറച്ചുകൂടി ബാക്കിലാണെങ്കിൽ കേരളയിൽ കിട്ടാനുള്ള പോസിബിലിറ്റീസിനെക്കാളും കൂടുതൽ ഓൾ ഇന്ത്യയിൽ കിട്ടാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് റൗണ്ട് മോസ്റ്റ് എക്സ്റ്റൻസീവ് ആയിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങളെ റാങ്കും നിങ്ങളുടെ സ്പെഷ്യാലിറ്റിന് എത്ര ദൂരെയാണ് നിൽക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് നീറ്റ് MDS എഴുതുന്നതിന്റെ അത്ര തന്നെ ഡിഫിക്കൽട്ട് ആണ് ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളത്. പഠിച്ച് മനസ്സിലാക്കി ഇതിന് കൊടുക്കണം. ഇതിന് എന്തെങ്കിലും ഏജൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഏജൻസി ഒന്നുമില്ല. നിങ്ങളുടെ നീഡ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നോളജ്, എവിടെ കിട്ടേണ്ടത്, നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ട ദൂരം. നല്ല കോളേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ കർണാടകയിൽ അടിപൊളി മീൻസ് നമ്മൾക്ക് ദൂരം കോളേജ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടോ കർണാടകയിലോ നല്ല കോളേജ് ആയിരിക്കും. സോ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആൻഡ് സം സോഷ്യൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഇയർ ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾ PG സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന സ്പെഷ്യാലിറ്റി ഞാൻ സെലക്ട് ചെയ്യണോ, മറ്റേലേക്ക് പോകണോ, എൻ്റെ ലൈഫ് എങ്ങനെ മാറും? വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡെർമറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഈ ഡിപ്പാർട്ട്മെന്റ് മോസ്റ്റ് ഡിമാൻഡിങ് ആയി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സെയിം ഡിപ്പാർട്ട്മെന്റ് 20 years ബിഫോർ ആർക്കും വേണ്ടാത്ത ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. സം സ്ക്രാച്ച്, എന്താ പറയാ, സ്കിൻ ഡിസീസ് മാത്രമേ ഉള്ളൂ. അന്നാണെങ്കിൽ കഷണ്ടിക്ക് മരുന്നില്ലായിരുന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചൊന്നും ആരും ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ലേസർ ട്രീറ്റ്മെന്റ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് എല്ലാം സമയത്ത് ഡെർമറ്റോളജി അങ്ങ് ബൂം ചെയ്തു. സോ എന്ത് ബ്രാഞ്ചാണ് ബൂം ചെയ്യാൻ പോകുന്നത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വെസ്റ്റേൺസിൽ എന്താണ് മൂവ് ചെയ്തത്, അതായത് US, UK എന്താണോ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സ്പെഷ്യാലിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് നോക്കാം. ഇനി ഏത് സ്പെഷ്യാലിറ്റി ഡൗണിലേക്ക് പോകും, ഏത് സ്പെഷ്യാലിറ്റി പേയ്മെന്റ് നന്നായി കൂടും എന്നൊന്നും ഇപ്പം ഗസ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പേയ്മെന്റ് ബേസ് ചെയ്തിട്ടില്ല, നിങ്ങൾ വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നോക്കുക. കാരണം പേയ്മെന്റ് ഫോളോ ചെയ്യും. കാരണം ഇന്ന സ്പെഷ്യാലിറ്റി എടുത്തിട്ട് പേയ്മെന്റ് കുറഞ്ഞ് എന്താ പറയുക ഭയങ്കര പാവമായി ജീവിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും ഒരു സാധനം എക്സ്ട്രാ ആയിട്ടുള്ള സംഭവമാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സംഭവത്തിനെല്ലാം മൈനർ ഡിഫറൻസ് അല്ല, ഡിഫറൻസ് മെയിൻലി മേക്സ്
ആ പേഴ്സൺ ആണ് അവിടെ ഡിഫറൻസ് മേക്ക് ചെയ്യുന്നത്. വെരി റീസെന്റ് ഡെർമറ്റോളജി എടുത്തിട്ട് വെറുതെ ഇരിക്കുന്ന ഡോക്ടറിന് എനിക്കറിയാം, വെറുതെ ഇരിക്കുന്നവരുടെ ആഗ്രഹം ഇല്ലായിട്ടല്ല, അവർ വർക്ക് ചെയ്യാൻ നോക്കിയ പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ല, കാര്യങ്ങൾ പറ്റുന്നില്ല. സോ ഏത് സ്പെഷ്യാലിറ്റി എടുക്കുന്നു എന്നതല്ല, അതിനെ കുറിച്ച് കുറേ നേരം ആലോചിക്കണ്ട. ഏതെങ്കിലും ഒരു ഗട്ട് ഫീലിംഗ് നോക്കുക, നിങ്ങളെ താല്പര്യം നോക്കുക, 2-3 പേരോട് അഭിപ്രായം ചോദിക്കുക. 10 പേരോട് അഭിപ്രായം ചോദിച്ചാൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും. ഇഫ് യു ആർ ആസ്കിംഗ് ഫോർ 100 പീപ്പിൾസ്, പിന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. കുറച്ച് പേരോട് നിങ്ങളെ റിലേറ്റ് ചെയ്ത ആൾക്കാരോട് ചോദിക്കുക, ജസ്റ്റ് അതിന് പിന്നാലെ പോവുക. ആഫ്റ്റർ ദാറ്റ് ടേക്കിംഗ് നിങ്ങളെ വർക്കാണ് ഡിപ്പെൻഡന്റ്, അല്ലാണ്ട് എൻട്രി പോയിന്റ് അല്ല മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ആ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള വർക്ക് ആണെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതിന്റെ ഈ സ്പെഷ്യാലിറ്റി മേക്കിങ്ങിന്റെ പിന്നാലെ ഞാൻ കുറേ ഇയേഴ്സ് പലർക്കും കണ്ടതാണ്, അതിന് പിന്നാലെ ഫോളോ ചെയ്ത് പോയിട്ടുള്ളതാണ്, അതിന്റെ സക്സസ് റേറ്റ് ഞാൻ കണ്ടതാണ്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് സ്പെഷ്യാലിറ്റി ജോയിൻ ചെയ്ത് അടിപൊളിയായി സക്സസ് ആയ ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ പറയാം ബയോകെമിസ്ട്രി, ഫിസിയോളജി, അനാട്ടമി എന്നൊക്കെ ഉള്ളത് ഒരു ലോ റാങ്കിൽ പോകുന്നത്, ഈവൻ ഫോറൻസിക് ഒക്കെ വളരെ പിന്നിലുള്ള റാങ്കിലൊക്കെ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെടുത്തിട്ട് ഏറ്റവും എക്സലന്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്ക് അറിയാം. അപ്പോൾ ഈ ഡസിൻ ഡിപ്പെൻഡ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി, മോർ സ്പെഷ്യാലിറ്റിക്ക് ഒരു ഡിപ്പെൻഡൻസ് ഇല്ല എന്നാണ് ചെറുതാക്കി കാണാനല്ല ഉദ്ദേശിച്ചത്. മോർ ഇമ്പോർട്ടൻറ്റ് നമ്മൾ അറിയില്ലേ, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ ജോയിൻ ചെയ്യുന്നതിനേക്കാളും അയാൾ എങ്ങനെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജിം ഏത് ജോയിൻ ചെയ്യുന്നതിനേക്കാളും ജിമ്മിൽ ആര് പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ ഏത് സ്പെഷ്യാലിറ്റി ജോയിൻ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ഇല്ല എന്നല്ല, അവിടെയുള്ള പോയിട്ടുള്ള വർക്കാണ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ നന്നായി ചെയ്യുക. സോ അത് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര ദൂരം യാത്ര ചെയ്യണം, എവിടെ ഇരുന്ന് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പ്രൊവൈഡഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ആണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇഷ്ടപ്പെടാത്ത ഒരു ഏരിയയിൽ ദൂരെ പോയിരിക്കുക, ഇഷ്ടപ്പെടാത്തത് ആണ്ട് അടുത്തിരിക്കുക, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഐ ലൈക്ക് ടു ബിക്കം ആൻ എൻഡോഡോണ്ടിസ്റ്റോ, ഐ ലൈക്ക് ടു ബിക്കം ആൻ ഓർത്തോ ഡോക്ടറിനോ, ഐ ലൈക്ക് ടു ബിക്കം ആ ഏരിയയിലെ പൊസിഷനിൽ നിന്ന് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് റിഗാർഡിംഗ് ദ സ്റ്റൈപ്പൻഡ്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിഫറെന്റ് ആയിട്ട് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റൈപ്പൻഡ് ആൻഡ് ബോണ്ട് 2 തിങ്സ് ഉണ്ട്. അവിടെ തന്നെ വിളിച്ച് ചോദിക്കുക. സ്റ്റൈപ്പൻഡ് ആൻഡ് ബോണ്ട് ഇത് ആർക്കും കോമൺ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. കേരളത്തിലെ സ്റ്റൈപ്പൻഡ് ഒക്കെ പെട്ടെന്ന് കിട്ടും, സെർച്ച് ചെയ്താൽ മതി. ബോണ്ട് കുറിച്ച് ആലോചിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു എനിക്കറിഞ്ഞൂടാ, എക്സാമ്പിൾ ആട്ടോ, ശരിയായിട്ടുള്ള ഡാറ്റ അല്ല. ഫോർ എക്സാമ്പിൾ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ 4-year ബോണ്ട് ഉണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും 4-year ബോണ്ട്, പക്ഷേ സ്റ്റൈപ്പൻഡ് 1 lakh ഉണ്ട്. 4-year ബോണ്ട് എടുക്കാൻ പറ്റാതെ ഞാൻ അങ്ങോട്ട് പോണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവിടുത്തെ ബോണ്ട്, എനിക്ക് വീട്ടിൽ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം, എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ബോണ്ട് ഒഴിവാക്കി തരുന്ന സ്റ്റേറ്റുകൾ ഉണ്ടാവും. സോ എത്ര സ്ട്രിക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റില്ല. അവിടെ പഠിച്ചിറങ്ങിയ ആളോട് തന്നെ ചോദിക്കുക, അന്വേഷിക്കുക, നന്നായി സെർച്ച് ചെയ്യുക. സോഷ്യൽ മീഡിയ ഒക്കെ അല്ലേ, സെർച്ച് ചെയ്യുക. അവിടെ പോയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് ബോണ്ട് എങ്ങനെയുണ്ട് ചോദിക്കണം. പക്ഷെ 2 തീങ്ങാണ് നിങ്ങൾ അതർ സ്റ്റേറ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. 1 ഈസ് ബോണ്ട്, അതർ ഈസ് സ്റ്റൈപ്പൻഡ്. ഈ 2 കാര്യത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പിന്നെ ഇമ്പോർട്ടൻ്റ്ലി അറിയേണ്ട സാധനം 3-year കോഴ്സാണ്. ഒരു മെറ്റേണിറ്റി ലീവ് അവിടെ ഉണ്ടാകും. ഇപ്പൊ റീസെന്റ് പെറ്റേണിറ്റി ലീവും PGസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാക്സിമം എന്താ പറയാ, അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ നന്നായി നോക്കുക. കാരണം ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന 6 മാസം നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡോട് കൂട്ടിയാവും. 3 year സ്റ്റൈപ്പൻഡ് കിട്ടുന്നതിന് പകരം 3.5 year സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. വീട്ടിൽ ഡെലിവറി ആയിട്ട് ബേബിനെ നിൽക്കുമ്പോൾ എല്ലാ മാസവും 5-ാം തീയതിയോ 10-ാം തീയതിയോ നിങ്ങളെ അക്കൗണ്ടിലേക്ക് കാശ് വരും. പക്ഷെ അതിന്റെ കൂടെ ചെറിയ പ്രാക്ക് ഉണ്ടാവും, കൂടെയുള്ള കോപ്പീസ് ഉണ്ടാവും. അവർക്ക് ഈ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. അയ്യോ എന്ന് പറഞ്ഞു. അപ്പൊ കോപ്പീജിക്ക് എന്ത് ചെയ്യാൻ, എന്തെങ്കിലും സമ്മാനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് ഇടക്കിടക്ക് അസുഖം വരുന്നത് കാണാം, അപ്പൊ അയാൾ പ്രാഗിറ്റാണെന്നൊക്കെ പറയും. അപ്പൊ അതിനു വേണ്ടി പകരം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുള്ള PGക്ക് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഒരു ഗിഫ്റ്റ്, ആമസോണിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ ഓർഡർ ചെയ്ത്, ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, മെറ്റേണിറ്റി ലീവ് പോസിബിൾ ആയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് എടുക്കുന്നതാണ് ഗവൺമെന്റ് പ്രൊവിഷനാണ്, യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് സെയിം റിഗാർഡിംഗ് ദ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇറ്റ് വിൽ ബി ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പീരീഡ്. ലൈക്ക് കല്യാണം കഴിച്ച ആളുകളാണെങ്കിൽ കല്യാണം കഴിച്ച് പുതിയ വീട്ടിലേക്ക് പോയതിനേക്കാളും ഡിഫിക്കൽട്ട് ആണ്. ഗേൾസിനോടല്ല ബോയ്സിനോടൊക്കെ പറയുന്നത്, എല്ലാവരോടും ഈക്വലാണ്. അതിനേക്കാളും ഡിഫിക്കൽട്ട് ആയ സിറ്റുവേഷൻ ആണ്. നിങ്ങൾ എന്താ പറയുക, എക്സ്ക്യൂസ്ഡ് ആയിരിക്കും. ഒരു പണി ഇല്ലെങ്കിൽ പോലും ഡിപ്പാർട്ട്മെന്റിൽ HOD, സീനിയേഴ്സ്, ബാക്കിയൊക്കെ സ്ക്രാച്ച് ആയിരിക്കും. അപ്പോൾ കയറി ചെന്നത് ഡെന്റൽ ഫീൽഡ് എത്രത്തോളം സ്ക്രാച്ച് ഉണ്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. സ്റ്റിൽ ഞാൻ പറയാൻ പോകുന്നത്, PGയിൽ മിണ്ടാണ്ടിരുന്നൂടെ, പാവമായിട്ടിരിക്കുക. നിങ്ങളെ ഒരു കഴിവുകളും പുറത്തേക്കൊന്നും കാണിക്കണ്ട. നിങ്ങൾ ഭയങ്കര ഒബീഡിയന്റ് ആയിട്ട്, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് എല്ലാവരും കാണാം. കാരണം നിങ്ങൾക്ക് പണി തരാനുള്ള ആളുകളൊക്കെ ചുറ്റോടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ പണിയൊന്നും വാങ്ങിക്കേണ്ട. 3 year സംഹൗ യു ലേൺ സംതിങ് ആൻഡ് ആ ഏരിയ വിടുക എന്നുള്ളതാണ്.
ഒരിക്കലും ആരും ആഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈം ആയിരിക്കില്ല ഈ 3 ഇയർ വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ സൈക്കോളജിക്കലി ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കും, നിങ്ങൾ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇയറിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പക്ഷെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ ഈ ഇയറിൽ എക്സെപ്റ്റ് ഐശ്വര്യ ഒരുപാട് അക്കൗണ്ടിൽ ബാലൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം, കാരണം നിങ്ങൾക്ക് വേറെ ഒന്നിനും ഇറങ്ങാൻ പറ്റില്ല. നിങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റ് റാക്ക് ആയിരിക്കും, അതിന്റെ സെമിനാർ, വെബിനാർ, അക്കാഡമിക്സ്, പഠനം ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ റെസിഡൻഷ്യൽ എന്ന് പറയുന്നത്. സോ അതിൽ കംപ്ലീറ്റ് ഇൻവോൾവ് ആയിരിക്കുക. മാത്രമല്ല അതിന്റെ കൂടെ തീസിസ്, പേപ്പർ പ്രസന്റേഷൻ, ഇതൊന്നും നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ആർ ഗോയിങ് ടു UK, US, പുറത്ത് എവിടെ പോകുന്നുണ്ടെങ്കിൽ, എവിടെ ജോയിൻ ചെയ്യുന്നെങ്കിൽ യു ഹാവ് ടു, നിങ്ങൾക്ക് പേപ്പർ വേണം. അന്ന് പേപ്പർ വേണമെന്ന് പറയുമ്പോൾ വണ്ടിന്റെ ബുക്കും പേപ്പറും കൊണ്ടുപോകുന്ന പോലെ ഒരു പേപ്പർ കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല. പബ്ലിഷ്ഡ് പേപ്പേഴ്സ് വേണം. അതുകൊണ്ട് Day 1 ഓൺവേർഡ്സ് സ്റ്റഡിയിൽ എൻറോൾ ചെയ്യാം. Day 1 ഇല്ലെങ്കിലും ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് മാക്സിമം സ്റ്റഡീസ് എൻറോൾ ചെയ്യാൻ നോക്കുക. ഇതിനല്ലെങ്കിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സ്റ്റഡീസ്, കേസ് പ്രസന്റേഷൻ, കേസ് പബ്ലിഷ് ചെയ്യുന്നത്, തീസിസ്, അടുത്ത റെഡ് മാർക്ക് 5th റെഡ് മാർക്ക് ചെയ്ത് തീസിസ്, നല്ല ടോപ്പിക് സെലക്ട് ചെയ്യുക. പിന്നെ തീസിസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിന് പിന്നാലെ ഭയങ്കര സീരിയസ് ആവരുത്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാ ഡാറ്റയും സെയിം ആവുക, എക്സ്പെൻസീവ് ആയത് ഒന്നും ചെയ്യരുത്. ഏറ്റവും സിമ്പിളായിട്ട് അതിൻ്റെ പ്രോസസ്സ് പഠിക്കാനാണ് തീസിസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രോസസ്സ് മനസ്സിലാക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേസ് എടുക്കുക, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് എടുക്കുക, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് പ്രസന്റ് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ തീസിസ് കൊണ്ടുപോകുന്നത്. തീസിസ് മാർക്ക് ചെയ്തേക്കുക, ജോയിൻ ചെയ്ത് വിത്തിൻ 1 വീക്ക് തന്നെ അതിനെക്കുറിച്ച് നന്നായി അന്വേഷിക്കുക. വിത്തിൻ 1 or 2 ഇയർ, ഫൈനൽ ഇയറിലേക്ക് മാറ്റി വെക്കരുത്. 1st or 2nd ഇയർ തന്നെ ഒരു പേപ്പർ നിർബന്ധമായി പബ്ലിഷ് ചെയ്തിരിക്കണം നിങ്ങളുടെ പേരിൽ. മേ ബി ഇറ്റ് വിൽ കോസ്റ്റ് 20,000 25,000 ഒക്കെ വരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരോടും ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരുടെ പേരൂടെ വെച്ചിട്ട് എന്താ പറയാ, ഏതൊരു ഇമ്പാക്റ്റഡ് ടൂത്ത് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്നോ, അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇങ്ങനെ ചെയ്തുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും റയർ ആയിട്ടുള്ള കേസ് അല്ലെങ്കിൽ പേപ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റഡീസ് ആയിരിക്കും. ഈ പേപ്പർ തീസിസ് എന്നുള്ള കാര്യത്തിന് ഭയങ്കരമായി മാർക്ക് ചെയ്ത് അപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ടതാണ്. പിന്നെ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന 2-3 കാര്യങ്ങളാണ്. അഡ്മിഷൻ റിലേറ്റഡ് ഫീസ് എത്ര വരും? ഏകദേശം ഒരു 60,000 70,000 ഒക്കെ ടോട്ടലി ഫീസ് തന്നെ വരാറുണ്ട്. പിന്നെ ചെറിയ കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട്, അങ്ങനെ പറഞ്ഞ് ചെറിയ ചെറിയ ഫീസുകൾ വരും. അഡ്മിഷൻ സമയത്തുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് എന്താ പറയുക, ടൈം ലൈൻ വാങ്ങിക്കാം. നിങ്ങൾക്ക് ആ അഡ്മിഷന്റെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് വരുന്നതിനോ കാശ് തരുന്നതിനോ ഒക്കെ ടൈം ലൈൻ വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് ഏകദേശം ഈ ഒരു എമൗണ്ട് ആണ്, 70,000 80,000 ആണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. അതിന് അഡ്മിഷൻ്റെ പീരീഡിൽ നിങ്ങൾക്ക് വേണ്ടി വരും. അത് ചിലപ്പം 11-ാം തീയതി ആവാം, 11 to 12 12 13 ഡേറ്റിലാവാം, അല്ലെങ്കിൽ 25 26 27 സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം ആവാം. അതിനുള്ള എമൗണ്ട് നിങ്ങൾ എന്തായാലും കരുതിയേക്കുക. പിന്നെ ഹയർ ഓപ്ഷൻസിന് പോകുന്ന സമയത്താണെങ്കിൽ ആദ്യം തന്നെ ചേരുന്ന ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഫീസ് മാത്രം അടച്ചാൽ മതി. അവിടെയുള്ള PTA ഫണ്ട്, അവിടെ വരുന്ന കോഷൻ ഡെപ്പോസിറ്റ് എല്ലാം അടയ്ക്കേണ്ട, ഒരു എമൗണ്ട് തിരിച്ച് കിട്ടൂല. അപ്പൊ അവിടെ പോയിട്ട് കൺഫേം അല്ലാത്ത കോളേജിൽ പോയിട്ട് എല്ലാ ഫീസും ഉടനെ തന്നെ അടയ്ക്കേണ്ട എന്നുള്ളതാണ്. ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സെലക്ഷനെ കുറിച്ച് പറഞ്ഞു, തീസിസ് പറഞ്ഞു, അഡ്മിഷൻ മെറ്റീരിയൽ ലീഗൽ സ്റ്റേറ്റ്മെന്റ്, ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്നുള്ളതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ, ഞാൻ മിസ് ചെയ്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഐശ്വര്യ കണ്ടിന്യൂ ചെയ്യാം. ഐശ്വര്യ കേൾക്കുന്നുണ്ടോ? ഞാൻ ഓഡിബിൾ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു മോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഗൈൻ അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ലൈക്ക് എപ്പോഴും ഉണ്ടാവുന്ന കൺഫ്യൂഷൻസിൽ ഒന്ന് ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് ആണോ ഞാൻ ചെയ്യേണ്ടത്, അതോ കോളേജ് സ്പെസിഫിക് ആവാണോ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്. ലൈക്ക് ആസ്ക് യുവർ സെൽഫ്, നിങ്ങൾ ഏത് ബാഡ്ജാണ് നിങ്ങൾക്ക് ക്യാരി ചെയ്യുന്നത്? ലൈഫ് ടൈം നമ്മളിങ്ങനെ ക്യാരി ചെയ്യാവുന്ന ഒരു ബാഡ്ജ് അല്ലേ? സോ നിങ്ങൾ ഓർത്തഡോണ്ടിസ്റ്റ് ആണോ, പ്രോസ്തഡോണ്ടിസ്റ്റ് ആണോ, എൻഡോഡോണ്ടിസ്റ്റ് ആണോ, അതൊക്കെ ആസ്ക് യുവർ സെൽഫ്. അതേപോലെ തന്നെ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാം. ഈ കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയം ഫ്രീ എക്സിറ്റ് ഉള്ളത് കൊണ്ട് മേ ബി കുറച്ച് ഓപ്ഷൻസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റിൽ സ്പെസിഫിക് ആയിരിക്കണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം ചൂസ് ചെയ്യുക, ഫില്ല് ചെയ്യുക. എന്തെങ്കിലും കിട്ടിയെന്നുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർഫീറ്റ് ചെയ്തിട്ട് ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമുക്ക് പോകുന്നുണ്ടാവും. എന്തെങ്കിലും എവറി ടൈം അപ്ഗ്രഡേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സീറ്റ് അലോട്ടഡ് ആണെന്ന് വിചാരിക്കുക നമുക്ക്. സോ നമ്മൾ അപ്ഗ്രഡേഷന് പോവാണെന്നുണ്ടെങ്കിൽ അത് വിർച്വൽ വേക്കൻസി എന്ന് പറയും. അതായത് ഇയാൾക്ക് അപ്ഗ്രഡേഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടെ വേക്കന്റ് ആവും. അതിനാണ് നമ്മൾ വിർച്വൽ വേക്കൻസി എന്ന് പറയാം. സോ അപ്ഗ്രഡേഷൻ കൊടുക്കുമ്പോൾ അത് വിർച്വൽ വേക്കൻസി ആയിട്ട് വരുന്നുണ്ടാവും. ആൻഡ് അഗൈൻ നമ്മൾ അവിടെ ജോയിൻ ചെയ്തില്ല, റിപ്പോർട്ട് ചെയ്തില്ല, നമ്മൾ ആ സീറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ കട്ട് വേക്കൻസീസ് ആയിട്ട് വരും. സോ റൗണ്ട് 1 ശരി, അതേപോലെ തന്നെ
സോറി, റൗണ്ട് 1-ലാണെങ്കിലും റൗണ്ട് 2-ലാണെങ്കിലും നമ്മൾ അപ്ഗ്രഡേഷൻ കൊടുക്കുന്നവരുടെ എല്ലാവരും ലൈക്ക് വിർച്വൽ വേക്കൻസീസും കാണാൻ പറ്റും, ക്ലിയർ കട്ട് വേക്കൻസീസും കാണാൻ പറ്റും. അപ്പോൾ തിങ്ക് ചെയ്തിട്ട് തന്നെ അത് ഫില്ല് ചെയ്യാം. ആൻഡ് അഗൈൻ റൗണ്ട് 1 റിസൾട്ട്സ് വരുന്ന സമയത്ത് ദർ വിൽ ബി ലൈക്ക് റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീറ്റ് അയാൾ അവിടെ റിപ്പോർട്ട് ചെയ്തു, അത് എടുത്തിട്ടുണ്ട്. റിപ്പോർട്ടഡ് ആൻഡ് വില്ലിംഗ് ഫോർ അപ്ഗ്രഡേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതായത് അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അപ്ഗ്രഡേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സീറ്റ് സറണ്ടേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാറുണ്ട്. അതായത് റൗണ്ട് 1 ഓൾ ഇന്ത്യ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ് കൗൺസിലിംഗ് വരും. അതായത് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റേറ്റ് കൗൺസിലിംഗ് മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സിലും റൗണ്ട് 1 അലോട്ട്മെന്റ്സ് കഴിഞ്ഞ് ജോയിനിങ് ഡേറ്റ് ഉണ്ടാവും. കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ജോയിനിങ് ഡേറ്റ് ഉണ്ടാവും. ആ ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കേരള അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ്സിലെ അലോട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ആ അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. സോ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ അത് ജോയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി റൗണ്ട് 1-ൽ എടുത്ത സീറ്റ് സറണ്ടേർഡ് എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക റൗണ്ട് 2-ന്റെ സമയത്ത്. സോ ഈ ടേംസ് എല്ലാവർക്കും ഫെമിലിയർ ആവണമെന്നില്ല. ഐ ഹോപ്പ് അത് ക്ലിയർ ആണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാം. ആൻഡ് അഗൈൻ തിങ്ക് ലൈക്ക് നിങ്ങൾ കോളേജസിന്റെ കാര്യം അന്വേഷിക്കുന്ന സമയത്ത് ലൈക്ക് നിങ്ങളുടെ സീനിയേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഫ്രണ്ട്സ് കോൺടാക്ട് കിട്ടുന്നവരെ മീറ്റ് ചെയ്യുക, ലൈക്ക് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ക്ലിനിക്കൽ ബ്രാഞ്ചസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക. ക്ലിനിക്കൽ ബ്രാഞ്ചസ് ആകുമ്പോൾ നമ്മുടെ HOD പ്രാക്ടീസിങ് ആണോ, ഇല്ല എന്നുണ്ടെങ്കിൽ മേ ബി ചിലവർക്ക് അക്കാഡമിക് ഓറിയന്റഡ് ആയിരിക്കും, ചിലവർ ക്ലിനിക്കൽ ഓറിയന്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ഫ്ലോ എങ്ങനെയാണ്, റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത കോളേജ് ആണോ, റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത കോളേജ് ആണെന്നുണ്ടെങ്കിൽ മേ ബി അത് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. അവിടെ പേഷ്യന്റ് ഫ്ലോവും അതേപോലെ എത്ര ഡെന്റൽ ചെയർ ഉണ്ട്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഇല്ല കുറച്ച് അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് HOD എത്രമാത്രം ഇങ്ങനെ ഇൻവോൾവ് ആണ് കാര്യങ്ങളിൽ, പേപ്പർ പബ്ലിക്കേഷൻസിന്റെ കാര്യങ്ങളൊക്കെ, അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ടോക്സിസിറ്റി, സീനിയേഴ്സ് എങ്ങനെയാണ്, സ്റ്റൈപ്പൻഡിന്റെ കാര്യം ഡെഫിനറ്റ്ലി ചോദിക്കണം. ബിക്കോസ് നമ്മൾ എല്ലാവരും ഒരു കൈൻഡ് ഓഫ് GDC സീറ്റ് എടുക്കുന്നവരെല്ലാം സ്റ്റൈപ്പൻഡ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും തിങ്ക് ചെയ്യുന്നുണ്ടാവുക. സോ മോസ്റ്റ് ഓഫ് ദ കോളേജസിൽ നല്ല സ്റ്റൈപ്പൻഡ് ഉണ്ട്. മേ ബി റെഗുലർ അല്ലായിരിക്കും, മന്ത്ലി നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. സോ റെഗുലർ ആണോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഓക്കെ ആവോ, ലൈക്ക് നമ്മുടെ കംഫർട്ട് സോൺസ് നോക്കാം. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണോ, ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണോ, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ അല്ലാത്തത് ആ കാര്യങ്ങളെല്ലാതും എക്സാമിൻ ചെയ്യുക. എല്ലാം അറിയുന്ന ഒരു സോഴ്സ് ത്രൂ. അതായത് നമ്മുടെ അലോട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ ബിറ്റ്വീൻ, അതായത് റാങ്ക് ഹോൾഡേഴ്സിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മാനിപ്പുലേറ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഒന്നെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ ബാച്ച്മേറ്റ്സ് ആരെങ്കിലും ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺടാക്ട് കിട്ടാതിരിക്കില്ല. സോ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവരുടെ അടുത്ത് നിന്ന് ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് എടുക്കുക. ഈ കാര്യങ്ങളെല്ലാതും ക്രോസ് ചെക്ക് ചെയ്യാം. സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചാറ്റ് ആയിട്ടോ ഡൗട്ട് നേരിട്ട് ഓപ്പൺ ആയിട്ടോ ചോദിക്കാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന സ്റ്റിൽ കുറച്ച് ആളുകൾ കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ് സീറ്റ് മെട്രിക്സും 5 മിനിറ്റ് റൂൾ വരുന്നതിന് ശേഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് ഇയർ നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സെഷൻസ് വെക്കും. ആൻഡ് എടുക്കുന്ന ഏരിയനെ കുറിച്ചൊക്കെ ആരൊന്ന് പറയുന്നുണ്ട്. എക്സ്ക്യൂസ് മീ സർ, ഇത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് എല്ലാ ഇതിലും. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മള് ഓൾ ഇന്ത്യ ലെവലില്, ഞാൻ ഡോക്ടർ മനോജ് ഭാസ്കർ ആണ്, എന്റെ വൈഫിന് വേണ്ടിയിട്ടാ. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ രജിസ്റ്റർ ചെയ്യണോ അതോ സെക്കൻഡ് റൗണ്ടിലേക്ക് വെയിറ്റ് ചെയ്യണോ, ഇതൊക്കെ ഒന്ന് അറിയാനാ. ഈ ഫസ്റ്റ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാണ്ടിരിക്കേണ്ട പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ ഫ്രീ എക്സിറ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ റാങ്ക് ബേസ് ചെയ്ത് ആ റാങ്കിന് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റൗണ്ടാണ്. സോ അങ്ങനെ ഒരു റൗണ്ട് നിങ്ങൾ മിസ്സാക്കിക്കൊണ്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി സെക്കൻഡ് റൗണ്ടിൽ വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പക്ഷെ മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടാൻ എവറി പേഴ്സൺ ഫസ്റ്റ് റൗണ്ട് ഓൺവേഴ്സ് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഐഡിയ കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ സ്റ്റേറ്റിന്റെ ഇത് സെക്കൻഡ് അലോട്ട്മെന്റിലല്ല വരുള്ളൂ. കേരള സ്റ്റേറ്റിന് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും സ്പോട്ട് അലോട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഓൾ ഇന്ത്യ ഫസ്റ്റ് കഴിഞ്ഞതിന്റെ ശേഷമായിരിക്കും കേരള ഫസ്റ്റ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു അലോട്ട്മെന്റിൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് പാരലലി ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓൾ ഇന്ത്യയിൽ അലോട്ട്മെന്റ് എക്സ്റ്റൻസീവ് കൊടുത്തു, യു ആർ ഗെറ്റിംഗ് 1 സീറ്റ് ഇൻ തമിഴ്നാടു, ഒരു ചെന്നൈയിലെ ഒരു സീറ്റ് ഓർത്തോ സീറ്റ് നിങ്ങൾക്ക് കിട്ടി.
യു വാണ്ട് ഓർത്തോ സീറ്റ് ഇൻ കേരള. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരള അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഓർത്തോ സീറ്റ് വന്നു. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തമിഴ്നാട്ടിലത്തെ ഫ്രീ എക്സിറ്റ് ചെയ്യാം, ആദ്യത്തെ പോയി. അതിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾ കൊടുത്തിരുന്നു, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾക്ക് ആ 25,000 അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാണ്ട് നിൽക്കാം എന്നുള്ളത് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ കേരളത്തിൽ നിങ്ങൾ വിചാരിച്ച സീറ്റ് കുറച്ചുകൂടി അടുത്തായിട്ട് കിട്ടി എന്നുള്ളതാണ്. ഒരു സംശയം കൂടി സാർ, ഇപ്പൊ ഓരോ സ്റ്റേറ്റിനും നമ്മൾ സെപ്പറേറ്റ് കാശ് രജിസ്റ്റർ ചെയ്യണം. സെപ്പറേറ്റ്, അതായത് നിങ്ങൾക്ക് 1 or 2 സ്റ്റേറ്റ് ആണ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഡൊമിസൈൽ ആയിരിക്കുന്ന സ്റ്റേറ്റ് മാത്രമാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചില സ്റ്റേറ്റിൽ സ്പെസിഫിക്കലി ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെ ആളുകളെ ഇൻവൈറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ സീറ്റുള്ള പ്രൈവറ്റ് കോളേജസിലോ എക്സ്ട്രാ സീറ്റുള്ള ഡീം യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ചില സ്റ്റേറ്റിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. സോ കേരളയിൽ തന്നെ BDS പഠിച്ച് കേരളത്തിൽ തന്നെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പല സ്റ്റേറ്റിന്റെ ഈ സ്റ്റേറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിലുള്ള 50% മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, കേരളത്തിലെ 50%, പിന്നെ കർണാടക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വരുന്ന പ്രൈവറ്റ് സീറ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒന്ന് ചോദിക്കാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ടായി പോയിട്ടുണ്ട് അതിലും. കുറച്ച് ക്വയറീസ് ഉണ്ട് തോന്നുന്നു. എക്സ്ക്യൂസ് മീ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സർ എന്റെ റാങ്ക് ഒരു 10,000 വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യണോ അതോ സെക്കൻഡ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പൊ. ഹലോ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ആക്ച്വലി മനസ്സിലാക്കേണ്ട 10,000 വരുമ്പോൾ നിങ്ങൾ മോസ്റ്റ്ലി പ്രൈവറ്റ് സീറ്റുകളാവും. നിങ്ങൾ ഗവൺമെന്റ് സീറ്റിലൊന്നും അതേ അത്ര അലോട്ട്മെന്റിൽ പോകില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐശ്വര്യ കുറച്ചുകൂടെ പറയും റിഗാർഡിങ്. അപ്പൊ ഈ 10,000 റാങ്കിലേക്ക് വരുമ്പോൾ ഈ ഓൾ ഇന്ത്യന്റെ ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള യാതൊരു എന്താ പറയാ, നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പ്രത്യേകിച്ച് യാതൊരു എക്സ്ട്രാ വെയിറ്റ് നമുക്കൊന്നും കിട്ടാനില്ല. സോ നിങ്ങൾ മോസ്റ്റ്ലി പ്രൈവറ്റ് സീറ്റുകളാണ് നോക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യയിലെ സെക്കൻഡോ ഇനി തേർഡ് അലോട്ട്മെന്റിലോ നിന്ന് കഴിഞ്ഞാൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസിന്റെ സീറ്റൊക്കെ കുറച്ചുകൂടി ഹയർ പേയ്മെന്റിൽ ആ ഒരു റാങ്കിന് പോസിബിൾ ആയിരിക്കും എന്നുള്ളതാണ് റാങ്ക് ബേസ്ഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മള് ഫസ്റ്റ് റൗണ്ടില് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലേ? അതാണ് ആക്ച്വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ഇത്ര 10K അടുത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 500 അണ്ടർ 500 ആണ് മോസ്റ്റ്ലി GDC സീറ്റ്സ്. ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ ഒക്കെ 500s തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ 500s വരുമ്പോൾ നമുക്ക് പ്രൈവറ്റ് കോളേജസ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക, ലൈക് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. സോ അതിനുള്ളത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ചോയ്സ് ഫിൽ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു തെറ്റുമില്ല. അഗൈൻ ആരെങ്കിലും ആ ഒരു സീറ്റ് നമ്മൾ ഉദ്ദേശിച്ച സീറ്റ് ഓപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പ്രോബബിലിറ്റി ഉണ്ട്. സോ ഫസ്റ്റ് ഞാൻ ഫിൽ ചെയ്യുന്നു, സെക്കൻഡ് ഫിൽ ചെയ്യുന്നു, അതിലെല്ലാം ഒരു ഈക്വൽ റെലവൻസ് തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിച്ചതിന് 2 തവണ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെന്റ് മുതൽ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോവുക. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫില്ല് ചെയ്യാതിരിക്കണോ, ഞാൻ ഫില്ല് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ വരുന്നില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് മുതൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കോളേജസ് ഫിക്സ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് പോവുക. അതിൽ നിങ്ങൾ ഗവൺമെന്റ് സീറ്റ് തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. കിട്ടൂല എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയർ എക്സ്പീരിയൻസ് ബേസ് ചെയ്താ പറയുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന കോളേജസ് തന്നെ കൊടുത്തുകൊണ്ട് തന്നെ പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഈ 10,000 റാങ്ക് വെച്ചിട്ട് നമുക്ക് ഗവൺമെന്റ് കോളേജിൽ എന്തായാലും കിട്ടില്ലല്ലോ സാർ? ഇല്ല, കിട്ടില്ല. തന്നെയല്ലേ നോക്കാൻ പറ്റുള്ളൂ? പ്രൈവറ്റ് നോക്കാം. ഫസ്റ്റ് ഓൺവേർഡ്സ് തന്നെ ഫില്ല് ചെയ്ത് അലോട്ട്മെന്റ് ഫില്ല് ചെയ്ത് പോയാൽ മതി. Sir, if not allotted any seat in all 3 allotment from our choices, then will I be able to participate in stray allotment? Definitely stray allotment participate ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ ഒന്നും കിട്ടിയിട്ടില്ലാണ്ടെങ്കിൽ സ്ട്രേയിലേക്ക് പോകാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് റൗണ്ട് ഫ്രീ എക്സിറ്റ് ചെയ്താൽ സെക്കൻഡ് റൗണ്ട് ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യണോ, ലൈക്ക് പേയ്മെന്റ്? ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്ന് പുതിയ രജിസ്ട്രേഷൻ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേക്കും. ഫ്രീ എക്സിറ്റ് ആണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സംസാരിക്കുന്ന ആളെ മ്യൂട്ട് ചെയ്ത് തന്നെ കീപ്പ് ചെയ്തിട്ടോ. ജിജു, മനോജ് എന്തായാലും മ്യൂട്ട് ചെയ്ത് കീപ്പ് ചെയ്തേക്കാം.
ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് ഫ്രീ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ 25,000 നിങ്ങൾക്ക് ഒന്നും പോകുന്നില്ല. പോവാത്തൊരു എമൗണ്ട് രണ്ടാമത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഫ്രീ എക്സിറ്റ് ആയി എന്നുള്ളത് മാത്രമാണ്. സെക്കൻഡ് റൗണ്ടിന് പുതിയതായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എക്സിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എമൗണ്ട് പോവില്ല. അതാണ് റൗണ്ട് 1ന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. റൗണ്ട് 2 ഓൾ ഇന്ത്യ വരുമ്പോഴാണ് നമ്മളൊരു സീറ്റ് നമുക്ക് അലോട്ട് ആയി ആ സീറ്റ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതായത് ജനറലിന് 25,000, OBCക്ക് 10,000 ആ എമൗണ്ട് രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി കൺഫ്യൂഷൻ ഉള്ള സാധനമുണ്ട്. ആ 1,000 റുപ്പീസോ അല്ലെങ്കിൽ 500 റുപ്പീസോ നിങ്ങൾ എഗെയിൻ ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരും. കാരണം അത് പുതിയ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഫ്രീ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ആ എമൗണ്ട് ആണ് മാക്സിമം നിങ്ങൾക്ക് ഉള്ളത്. പക്ഷെ ആ പാർട്ടി എനിക്ക് ഉറപ്പില്ല, അത് ഓരോ ദിവസത്തെ ഓരോ ഇയറിലെ വ്യത്യാസം അനുസരിച്ച് പുതിയ ഉണ്ടാവാറുണ്ട്. ലോസ് ആവില്ല. ഫസ്റ്റ് റൗണ്ടിൽ ലോസ് ആവില്ല. സെക്കൻഡ് റൗണ്ട് സബ്സിക്വന്റ് റൗണ്ട്സിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്രയാണോ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ സീറ്റ് അലോട്ട് ആയി അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ എമൗണ്ട് പോകും. ഓക്കെ, ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള സിനാരിയോ ഉണ്ട്. നിങ്ങൾക്ക് എന്തും ടൈപ്പ് ചെയ്തോ ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയ സിനാരിയോസ് 35 ടേക്ക് എ സീറ്റ് ഇൻ ഓൾ ഇന്ത്യ എടുത്തു, ജോയിൻ ദർ ആൻഡ് അപ്ഗ്രേഡഡ്. അപ്പൊ അപ്ഗ്രേഡ് ചെയ്ത് ജോയിൻ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് ആയിരിക്കും മനസ്സിലാക്കുന്നു. ഇഫ് ഐ ഗെറ്റ് എ സീറ്റ് ഇൻ കേരള ഫസ്റ്റ് അലോട്ട്മെന്റ്, then how will I submit documents in Kerala because I already submitted document in all India seat colleges. അതിനാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അപ്പൊ അതിലൂടെ പോകണം. ഇപ്പൊ രണ്ട് സിനാരിയോ ഞാൻ പറയാം. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുന്നു, നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, അപ്ഗ്രഡേഷൻ കൊടുക്കുന്നു. ജോയിൻ ചെയ്ത് അപ്ഗ്രഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് അപ്ഗ്രഡേഷൻ കൊടുത്ത ആളുകളെ ആ കോളേജിലേക്ക് എന്താ പറയാ ബേസിക്കലി എല്ലാ ഡാറ്റാസും കൊടുത്ത് ജോയിൻ ചെയ്യാറില്ല. നമ്മൾ അവിടെ റിപ്പോർട്ടിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്യാറാണ് പതിവായിട്ട് ചെയ്യാറുള്ളത്. ആൻഡ് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കേരള സെക്കൻഡ് അലോട്ട്മെന്റ് വരില്ല. അത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് എവിടെയും ജോയിൻ ചെയ്യേണ്ടി വരില്ല. കാരണം നിങ്ങളുടെ എല്ലാ അലോട്ട്മെന്റ് ഔട്ടാണ്. അപ്പൊ ഇതിൽ ആകെ സിനാരിയോ വരുന്നത് ഓൾ ഇന്ത്യ ഫസ്റ്റ് അലോട്ട്മെന്റ് കൊടുത്ത് അപ്ഗ്രഡേഷൻ കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ളതിൽ മോസ്റ്റ് ഓഫ് ദ കോളേജസ് നിങ്ങൾ അപ്ഗ്രഡേഷൻ ഉണ്ടോ ചോദിക്കും. ആ കോളേജ് ചില കോളേജസ് മാത്രം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കും, ചില കോളേജസ് വാങ്ങിച്ചു വെക്കില്ല. അപ്ഗ്രഡേഷൻ ഉള്ളതല്ലേ, നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വരും, ഉറപ്പാണോ ജോയിൻ ചെയ്യുക. അതൊക്കെ അവിടുത്തെ സ്റ്റാഫ് കോളേജായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇനി അഥവാ ആ കോളേജിൽ ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ആ കോളേജിൽ നിന്ന് പോയി വാങ്ങുന്നു, ആ പുതിയ കോളേജിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ചില സമയത്ത് നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ എന്തായാലും മോസ്റ്റ്ലി അപ്ഗ്രഡേഷൻ പോകുന്നുണ്ട്, ഡോക്യുമെന്റ്സ് ഒന്നും തരുന്നില്ല, ഇവിടെ ജോയിൻ ചെയ്തു, അത് മതി, ആ പ്രൊസീജിയർ അവർക്ക് മതി. അത് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. അവിടെയുള്ള കോഷൻ ഡെപ്പോസിറ്റ്, അവിടെയുള്ള PTF ഫണ്ട്, ഇതൊന്നും കൊടുക്കാൻ പോകണ്ട. ചിലപ്പോൾ അവർ തരാൻ പറയും, നിങ്ങൾ കൊടുക്കാൻ പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെന്റ് എടുക്കുക, അതിന് മെയിൻ ഫീസ് അടയ്ക്കുക. ഫോർ എക്സാമ്പിൾ, അലോട്ട്മെന്റ് കൺഫേം ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ 55,000 ആവും ചില സ്റ്റേറ്റിൽ അടയ്ക്കേണ്ടി വരാം. ആ 55,000 നിങ്ങൾ അടച്ചാൽ യു ആർ അലോട്ടഡ് ടു ദാറ്റ് ആൻഡ് യു ആർ എലിജിബിൾ ഓൾ അപ്ഗ്രഡേഷൻ. അപ്പൊ അടുത്തയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പുതിയ ഒരു കോഴ്സിലേക്ക് വെക്കും. അപ്പൊ അവിടെ പോയിട്ട് പിന്നെ ഡോക്യുമെന്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. റൗണ്ട് 2 സീറ്റ് കിട്ടി, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എഗെയിൻ നമ്മൾ ചോയ്സ് ഫിൽ ചെയ്യണോ ഓർ റൗണ്ട് 3 ചോയ്സ് തന്നെ? എല്ലാ ഓപ്ഷൻസിലും സെപ്പറേറ്റ് ചോയ്സ് ഫില്ലിംഗ് ഉണ്ട് തന്നെ തീരുമാനിച്ചിരിക്കുക. കയറി നോക്കുക, കൺഫേം ചെയ്യുക. എവറി ഇയർ ചില സ്റ്റെപ്പ് ചിലപ്പോൾ മാറാറുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നും ഇംപ്ലൈഡ് ആയിട്ട് എടുക്കരുത്. എവറി സ്റ്റെപ്പ് നിങ്ങൾ കയറി കൺഫേം ചെയ്യുക. എസ്പെഷ്യലി ഈ ക്വസ്റ്റ്യനിൽ തന്നെ എന്തായാലും അത് സ്ട്രേ വാക്കന്റ് സീറ്റ് ആണ്, അല്ലെങ്കിൽ സ്ട്രേ വാക്കന്റ് അല്ല, സോറി, മോപ്പപ്പ് സീറ്റ് ആണ്, അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് അല്ലെങ്കിൽ മോപ്പപ്പ് എന്നത് എന്ത് പേരാവട്ടെ. തേർഡ് അലോട്ട്മെന്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സെക്കൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ലോഗിൻ ചെയ്ത് സീറ്റ് ഫില്ല് ചെയ്യാണ്ട് നിങ്ങൾ ഒന്നിലേക്ക് അപ്ഗ്രേഡഡ് ആവൂല. അതിൽ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ മിസ്സായിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ്ലി നോട്ട് ചെയ്ത് വെക്കുക. കേരള അലോട്ട്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ പുതിയ സീറ്റ് പിന്നെയും ആഡ് ചെയ്യാൻ പറ്റൂല. കേരള അലോട്ട്മെന്റിൽ റൗണ്ട് 1 കൊടുക്കുന്ന സീറ്റ് മാത്രമേ അവിടെ വെക്കാൻ പറ്റുള്ളൂ. റൗണ്ട് 2 പിന്നെ വേറെ കോളേജ് ആഡ് ചെയ്യാം, റൗണ്ട് 3 വേറെ കോളേജ് ചെയ്യാം. ആ കോളേജ് റൗണ്ട് 3 മാത്രമാണ് വന്നതെങ്കിൽ ആ കോളേജ് റൗണ്ട് 2 വന്നതാണെങ്കിൽ അപ്പം ആഡ് ചെയ്യാൻ പറ്റും. ആദ്യമുള്ള കോളേജ് നിങ്ങൾ എന്ത് ചെയ്യാം, നോയിങ്ങില് കാലിക്കറ്റുള്ള OMR നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. കാലിക്കറ്റുള്ള OMR നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ കേരളത്തിൽ ആഡ് ചെയ്തിട്ടില്ല. സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് അത് പുതിയൊരു ഓപ്ഷനായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പറ്റുന്ന സാധനങ്ങൾ കേരളത്തിലെ ഒരു 6th റെഡ് ഫ്ലാഗ് അവിടെ എഴുതി വെക്കുക. കേരളത്തിലെ അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സാധനവും അറേഞ്ച് ചെയ്യുക. അതിന്റെ പ്രയോറിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
പിന്നെ ഒന്നുകിൽ കിട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള ഓപ്ഷൻസ് ഒക്കെ പോവും എന്നുള്ളതാണ് ഇതിനുവേണ്ടി കേരളത്തിന്റെ പ്രോസ്പെക്ടസും വരണം, കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രൊസീജിയറും സ്റ്റാർട്ട് ചെയ്യണം. അതിൽ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആക്ച്വലി ഇത്രയും വർഷത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓർഡർ, അതായത് ഇപ്പൊ നമ്മൾ 10 ചോയ്സസ് ഫിൽ ചെയ്തു, 5th ഓപ്ഷനാണ് നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ, ദിസ് ഇസ് ഫോർ കേരള അലോട്ട്മെന്റ്, 5th ഓപ്ഷനാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഓഫ് ദി 4 ഓപ്ഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് പുതിയതായിട്ട് കോളേജ് ആഡ് ചെയ്യാത്ത പക്ഷം നമുക്ക് ആ 4 ഓപ്ഷൻസ് മാത്രമേ നിൽക്കുന്നുണ്ടാവുള്ളൂ കേരള അലോട്ട്മെന്റിൽ. ഓക്കെ, അത് ക്ലിയർ ആക്കുക. ആൻഡ് സെക്കൻഡ് തിങ് വന്നിട്ട് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ നമ്മൾ ജോയിൻ ചെയ്തു, അതായത് ഇപ്പൊ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ആൻഡ് ജോയിനിങ് അവർ ആവശ്യപ്പെടുന്നുണ്ട് ആഫ്റ്റർ കോവിഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് അഗെയിൻ നമ്മൾ ആ ഒരു ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതും അഗെയിൻ ഓൾ ഇന്ത്യയുടെ റൗണ്ട് 1ന്റെ ജോയിനിങ്ങിന്റെ റിസൾട്ട്സ് വരും. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ജോയിൻ ചെയ്ത് അപ്ഗ്രഡേഷന് പോയത്, ആരൊക്കെ ജോയിൻ ചെയ്തില്ല എന്നുള്ളൊരു റിസൾട്ട് വരും. അതിനുശേഷമായിരിക്കും കേരള അലോട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ കേരള അലോട്ട്മെന്റ് നിങ്ങൾ കൊടുത്തു, ചോയ്സ് ഫിൽ ചെയ്തു, നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് അലോട്ട് ആയിരുന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾ ഓൾ ഇന്ത്യ ജോയിൻ ചെയ്ത കോളേജിലോട്ട് പോവുക. അവിടെ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്ത്, ഇതെല്ലാം നമുക്കൊരു 7 to 10 days പീരീഡ് കിട്ടുന്നുണ്ടാവും. സോ ആ പീരീഡിൽ നമുക്ക് അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്തിട്ട് കേരളയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് എപ്പോഴും യൂഷ്വലി ഉണ്ടാവുന്ന സിനാരിയോ ഉണ്ടാവുന്നത്. ആൻഡ് അഗൈൻ എപ്പോഴും ഓൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നോട്ട് ചെയ്യുക, അപ്ഗ്രഡേഷൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിൽ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് പറയുക അപ്ഗ്രഡേഷൻ പോകുന്നുണ്ട്. അത് ഓൾറെഡി ഓൾ ഇന്ത്യയുടെ പ്രോസ്പെക്ടസിലും അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോസിലും ഒക്കെ എപ്പോഴും വരലുണ്ട്. അപ്ഗ്രഡേഷൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അലോട്ട്മെന്റ് പോർട്ടലിൽ മാത്രം ചെയ്താൽ പോരാ, ഫിസിക്കലി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കോളേജിൽ ഏതാണോ അവിടെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ ആ കാര്യം എല്ലാവരും റിമൈൻഡഡ് ആയിട്ട് കീപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത് നമ്മൾ അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ 25,000 കൊടുക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾ അലോട്ട്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ അലോട്ട്മെന്റ് കൊടുക്കുന്നതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ 25,000 നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സീറ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്ന കാര്യമാണ്. ഫസ്റ്റ് ഇയർ ഇങ്ങനെ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 3-4 മാസം കഴിയുമ്പോൾ ഉണ്ടാവും ആരോ ഒന്നും അറിയാണ്ട് 25,000 തിരിച്ചു വരുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടാം. നിങ്ങൾക്ക് ഭാവി പ്രൊഡിക്റ്റ് ചെയ്താൽ പറഞ്ഞതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് മന്തോ 3rd മന്തോ ഒക്കെ ക്യാഷ് ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ കാണാം നമ്മൾ നാഷണൽ ബോർഡ് എക്സാമിനേഷനോ അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന ഏരിയകൾ 25,000 രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നത്. അപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവും. പിന്നെ എഴുതി വെച്ചേക്കുക, ചില ആളുകൾക്ക് തിരിച്ചു തരാൻ ചിലപ്പോൾ അക്കൗണ്ട് റിലേറ്റഡ് ആയ ഇഷ്യൂസ് ഉണ്ട്, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നതാണ്. അതുകൊണ്ട് ഈ 25,000 കുറിച്ച് ബോധറായിട്ട് നിൽക്കുക എപ്പോഴും. സപ്പോസ് റൗണ്ട് 1 അപ്ഗ്രേഡേഷൻ, ഇപ്പോൾ ശില്പ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ, എക്സാക്ട്ലി പ്രോസസ് എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശില്പ വെരി ഗുഡ്. ശില്പ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, സപ്പോസ് റൗണ്ട് 1 അപ്ഗ്രേഡേഷൻ ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തു, യെസ് കൊടുത്തു, റൗണ്ട് 1 കിട്ടി, അപ്ഗ്രേഡേഷൻ കൊടുത്തു. സോ ഇൻ ബിറ്റ്വീൻ കേരള ഫസ്റ്റ് റൗണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇഷ്യൂ ഉണ്ടോ? ഒരിക്കലും ഇഷ്യൂ ഇല്ല. കേരള റൗണ്ട് ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് അതിനിടയിൽ അലോട്ട്മെന്റ് കിട്ടി, അപ്പോഴും ഇഷ്യൂ ഇല്ല. ഓൾ ഇന്ത്യ റൗണ്ട് 2 ജോയിൻ ചെയ്യുക, കോളേജിൽ പോയി ജോയിൻ ചെയ്താൽ മാത്രമേ ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 2 കൊടുക്കാം. കൊടുത്തിട്ട് കിട്ടിയാൽ പോയില്ലെങ്കിൽ നിങ്ങൾ 25,000 ആണ് പോവുക. കിട്ടിയാൽ പോകുന്നതാണെങ്കിൽ അവിടെ പോവാം. കേരള 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് യാതൊരു ഇഷ്യൂ ഇല്ല. അഗൈൻ കേരള റൗണ്ട് 2, ഇപ്പോൾ റൗണ്ട് 2 ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കേരള റൗണ്ട് 2 നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതേപോലെ റൗണ്ട് 2 ഓൾ ഇന്ത്യയിൽ നിന്ന് സീറ്റിൽ നിന്ന് റിലീവ് ചെയ്യാം. റിലീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർഫിറ്റ് ആയി പോകും. അത്ര ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കേരള റൗണ്ട് 2 സീറ്റ് എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ സ്റ്റെല്ല ചോദിച്ചിട്ടുണ്ട്, സർ വിച്ച് ഇസ് ബെറ്റർ ടു ഗെറ്റ് ഫ്രീ എക്സിറ്റ് ഇൻ ഫസ്റ്റ് റൗണ്ട് ഓർ ഗോ ഫോർ അപ്ഗ്രഡേഷൻ ഇൻ റൗണ്ട്? അപ്പോൾ അതിന്റെ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയതാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ അലോട്ട്മെന്റിൽ പോയി, അപ്പോൾ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി. ആ സീറ്റ് നിങ്ങൾക്ക് 1 ഓഫ് യുവർ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, കാരണം ഈ അപ്ഗ്രഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അപ്ഗ്രേഡഡ് ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുള്ള സീറ്റ് മാത്രം തന്നെ ജോയിൻ ചെയ്താൽ മതി. കാരണം ചില സമയത്ത് അപ്ഗ്രഡേഷൻ കൊടുത്തിട്ട് നിങ്ങൾ വിചാരിച്ച അപ്ഗ്രഡേഷൻ കിട്ടിയിട്ടില്ലാണെങ്കിലോ, അപ്പോൾ നിങ്ങൾ റൗണ്ട് 2 നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നതും സെയിം സീറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ റൗണ്ട് 2 നിങ്ങൾ ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സീറ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ എക്സിറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും കോൺഷ്യസ് ആവുക, ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ മാത്രം ജോയിൻ ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ മാത്രം ഓപ്ഷനിൽ കൊടുക്കുക. ഇനി അഥവാ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, കേരള കിട്ടോ ഇല്ല എന്ന് കൺഫ്യൂഷൻ ആണെങ്കിൽ 25,000 കൊടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുക. ഓൾ ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സീറ്റ് കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ 25,000 അവിടെ കളഞ്ഞിട്ട് ജോയിൻ ചെയ്യാണ്ട് കേരളത്തിൽ ജോയിൻ ചെയ്യാം. റൗണ്ട് 2 സീറ്റ് കിട്ടി, ജോയിൻ ചെയ്താൽ കേരള റൗണ്ട് 2 അപ്പോൾ നമ്മൾ അലൗഡ് ആവുമോ? ഇല്ല, ഭയങ്കര ഇതിന്റെ ഫസ്റ്റ് റെഡ് ഫ്ലാഗ് അതാണ്.
ഓൾ ഇന്ത്യ റൗണ്ട് 2 കിട്ടി എന്നുള്ളതിന് പ്രശ്നമില്ല. പക്ഷെ കിട്ടിയിട്ട് ജോയിൻ ചെയ്താൽ കംപ്ലീറ്റ്ലി ഓവർ. നിങ്ങൾക്ക് വേണ്ട സീറ്റാണെങ്കിൽ ജോയിൻ ചെയ്യുക, അപ്പോൾ ഓവർ എന്നൊന്നും പറയാൻ പറ്റില്ല, യു ആർ സക്സസ്. പക്ഷെ നിങ്ങൾ വേണ്ടാത്തൊരു സീറ്റാണ് നിങ്ങൾ ജോയിൻ ചെയ്തതിന് നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ്ലി പോയി എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്ട്രേ വാക്കൻറ്റ് സീറ്റ് അലോട്ടഡ് ആവുകയാണെങ്കിൽ 2 ഇയറിലേക്ക് നിങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു ഹയർ ഫീസും ഉണ്ടായിരിക്കും, 2 ഇയറിലേക്ക് നിങ്ങൾക്ക് ബാനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിലേക്കൊന്നും അധികം പേരും പോകില്ല. സ്ട്രേ വാക്കൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ഇങ്ങനെ പോയി 3rd റൗണ്ട് കഴിഞ്ഞ് 4th റൗണ്ട് ഒരു സീറ്റ് നിൽക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്തേക്കുക. ആ സ്ട്രേ വാക്കൻറ്റ് കഴിഞ്ഞ് ഇനിയും അടുത്ത റൗണ്ട് ഓഫ് കൗൺസിലിംഗിൽ പോവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ആ സീറ്റ് അതോടുകൂടി തീർന്നു. ആ സീറ്റ് തീർക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുന്ന മാതിരി ആയിരിക്കും. കാരണം ഒരാളുടെ സീറ്റ് എടുക്കേണ്ട സീറ്റ് നിങ്ങൾ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്തു എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ 4th റൗണ്ട് പോയിട്ട് ജസ്റ്റ് ഡോണ്ട് പ്ലേ. പിന്നെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ? ഓക്കെ ഐശ്വര്യ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നല്ലധികം സിനാരിയോസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു തന്നു, അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റി. ഇനി ഏതെങ്കിലും സ്പെഷ്യൽ കേസ് സിനാരിയോസ് എന്തെങ്കിലും പറയാനുണ്ടോ നോക്കുക. എവരി സിനാരിയോസിന് ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്. ഇപ്പൊ ഈ 10,000 റാങ്ക് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ മധ്യപ്രദേശിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മളിപ്പോ ഓറൽ സർജറി ആണ്, അത് പ്രൈവറ്റ് കോളേജിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കോളേജിൽ കൊടുക്കാൻ പറ്റുമോ? വൈ നോട്ട്, എന്താണ് കൊടുക്കാൻ പറ്റാത്തത്? ഓക്കെ. അപ്പൊ അതിന്റെ 25,000 ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. എങ്ങനെ? പ്രൈവറ്റ് ടീമിന്റെ ഈ സീറ്റുകളാണെങ്കിൽ ചിലപ്പോൾ 25 മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഹയർ 2 ലാക്ക് വരുന്നുണ്ട്. 2 ലാക്ക് ആണ് ബുക്ക് ചെയ്യുന്നത്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വന്നിട്ട് 2 lakhs റുപ്പീസോളം വരുന്നുണ്ട് എപ്പോഴും. ലൈക്ക് ഇത് വന്നിട്ട് ഗവൺമെന്റ് സീറ്റ്സിനാണ് 25,000, 10,000. ഡീംഡ് പ്രൈവറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് 2 lakhs ആണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചോദിക്കുന്നത്. ഇൻ കേസ് നമ്മൾ ആ സീറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ റൗണ്ട് 2 പോയിട്ട് റൗണ്ട് 2 ഓൾ ഇന്ത്യയിൽ പോയിട്ട് ആ സീറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർഫീറ്റ് ആയി പോകും. പോകും. ആ സീറ്റ് എടുത്തില്ല റൗണ്ട് 2 പോവുള്ളൂ. റൗണ്ട് 1 ഫ്രീ എക്സിറ്റ് ആണ്. ഫ്രീ എക്സിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോകുന്നുണ്ടാവില്ല, റീറ്റെയിൻഡ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. റൗണ്ട് 2 സ്റ്റാർട്ട്, ഓൾ ഇന്ത്യ റൗണ്ട് 2, ഓൾ ഇന്ത്യ റൗണ്ട് 3 നമ്മൾ ആ സീറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർഫീറ്റ് ആയി പോകും. പുതിയൊരു സിനാരിയോ വന്നിട്ടുണ്ട്. റൗണ്ട് 2 സീറ്റ് കിട്ടി, കോളേജിൽ പോയി. ഞാൻ പറയുന്നത് പണ്ട് കോളേജിൽ പോയി അവിടെ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, കോളേജിൽ പോയി അപ്ഗ്രഡേഷൻ കൊടുത്താൽ പിന്നെ സീറ്റ് സ്റ്റേറ്റിൽ അങ്ങനെ അപ്ഗ്രഡേഷൻ കൊടുക്കുക. സ്റ്റേറ്റിൽ പോയി ജോയിൻ ചെയ്തിട്ട് സെക്കൻഡ് 2 അപ്ഗ്രഡേഷൻ, ഐ മീൻ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. ഇല്ല, റൗണ്ട് 2 സീറ്റ് കിട്ടി, ജോയിൻ ചെയ്താൽ കേരള റൗണ്ട് 2 അപ്പൊ നമ്മൾ അലോഡ് ആവും. അതായത് ഓൾ ഇന്ത്യ റൗണ്ട് 2 സീറ്റ് എടുത്തു ഒരാള്, അപ്പൊ കേരള റൗണ്ട് 2 പോകാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഇല്ല. നമ്മൾ ഓൾ ഇന്ത്യ റൗണ്ട് 2 ഏതാണോ ഓപ്റ്റ് ചെയ്ത് ആ സീറ്റ് ആൻഡ് അഗൈൻ അതിന് അപ്ഗ്രഡേഷൻ കൊടുക്കാം. അതായത് റൗണ്ട് 2 കഴിയുമ്പോഴായിരിക്കും. പിന്നെ ചോദിച്ച കൺഫ്യൂഷൻ ആകുന്നില്ല. ഓൾ ഇന്ത്യ റൗണ്ട് 2 ജോയിൻ ചെയ്താൽ പിന്നെ ഒന്നും നോക്കണ്ട, സ്റ്റേറ്റ് 2 നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അഗൈൻ റൗണ്ട് 2 കഴിയുമ്പോൾ മേ ബി കൺവേർട്ടഡ് ആയിട്ടുള്ള സീറ്റ്സ് വരാം. അതായത് PWDC പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി സീറ്റ് ഉണ്ടാവും. അത് ഇൻ കേസ് ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കൺവേർഷൻ അൽഗോറിതം ഇങ്ങനെ തന്നിട്ടുണ്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ, അത് നോക്കുക. SC PWD ആണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കൺവേർട്ട് ആവും. അങ്ങനെ കൺവേർട്ട് ആയ സീറ്റ്സിന് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് 2 നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കും, അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ അപ്ഗ്രഡേഷന് പോകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അപ്ഗ്രഡേഷന് പോകുന്നുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റൗണ്ട് 3 നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത് നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ സീറ്റിൽ റൗണ്ട് 2 ഓൾ ഇന്ത്യയിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആ സീറ്റ് റീറ്റെയിൻ ചെയ്യാം. ഇല്ല അപ്ഗ്രഡേഷന് പോകണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് 3 ചോയ്സ് ഫിൽ ചെയ്യുക, അപ്ഗ്രഡേഷന് പോകാം. സീറ്റ് സറണ്ടർഡ് മീൻസ് വാട്ട്? അതായത് എക്സ്പ്ലെയിൻ. ഓൾ ഇന്ത്യ റൗണ്ട് 1 ഓക്കെ. അപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾ ഇന്ത്യ റൗണ്ട് 1 കുറച്ച് ഓപ്ഷൻസ് കൊടുത്തു. എനിക്ക് കാലിക്കറ്റ് എൻഡോ ആണ് കിട്ടിയത്, എനിക്ക് വേണ്ടത് കാലിക്കറ്റ് ഓർത്തോ ആണ്. ഓക്കെ, സോ ഞാൻ വന്നിട്ട് ആ സീറ്റ് എടുത്തു, ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ കേരള റൗണ്ട് 1 സീറ്റ് മെട്രിക്സ് വന്നു, നോക്കുമ്പോൾ എനിക്ക് ഫേവറബിൾ ആണ്. ഞാൻ അലോട്ട്മെന്റിന്റെ ചോയ്സസ് ഫിൽ ചെയ്തപ്പോൾ എനിക്ക് കാലിക്കറ്റ് ഓർത്തോ കിട്ടി. അപ്പൊ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പോ ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്ത കാലിക്കറ്റ് എൻഡോ സീറ്റ് ഉണ്ടാവില്ലേ, അത് അവിടെ നിന്ന് എന്റെ സർട്ടിഫിക്കറ്റ്സ് റിലീവ് ചെയ്തിട്ടായിരിക്കും ഞാൻ കാലിക്കറ്റ് ഓർത്തോന് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ കാലിക്കറ്റ് എൻഡോ എന്ന് പറഞ്ഞ സീറ്റ് സറണ്ടർ ചെയ്തു ഞാൻ. എനിക്ക് ഓൾ ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അലോട്ട്മെന്റ് ഒരു സീറ്റ്, അത് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സ്റ്റേറ്റിൽ കിട്ടിയപ്പോൾ ഞാനത് സറണ്ടർ ചെയ്തു. അതാണ് സറണ്ടർ എന്നുള്ളതിന്റെ മീനിങ്. ഐ ഹോപ്പ് അത് ക്ലിയർ ആണ്.
അതായത് സ്റ്റേറ്റിൽ നമുക്ക് അലോട്ട്മെന്റ് കിട്ടുമ്പോൾ നമ്മൾ അവിടെ ജോയിൻ ചെയ്യുന്നതിനാണ് ബേസിക്കലി നമ്മൾ സറണ്ടേർഡ് എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. പുതിയൊരു സിനാരിയോ. ഒരു സിംഗിൾ സിനാരിയോയുടെ കൺഫ്യൂഷൻ അഞ്ജന പറഞ്ഞിരിക്കുന്നുണ്ട്. ഓൾ ദ റൗണ്ട് 2 to round 3 അപ്ഗ്രഡേഷൻ പോസിബിൾ ആണ്. അതിന് 25,000 പോവും. പുതിയൊരു ഫീസ് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നുള്ളതാണ്. ദാറ്റ് പാർട്ട് നീഡ് കൺഫർമേഷൻ. അത് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യണം. ഐശ്വര്യന് പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. പ്രോസ്പെക്ടസിൽ ഒന്നുകൂടെ കൺഫേം ചെയ്ത് പ്രീവിയസ് ഇയർ MTMSനെ ബേസ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇല്ലായിരുന്നു. കാരണം അങ്ങനെ ലോക്കായി പോയിട്ടുള്ള സ്റ്റുഡൻസിനെ എനിക്കറിയാം. സോ അത് പ്രോസ്പെക്ടസിൽ കൺഫേം ചെയ്താൽ മാത്രം പോരാ. നിങ്ങളുടെ എന്താ പറയാ ഈ അലോട്ട്മെന്റ് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പത്തെ ഇതിൽ മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റൗണ്ട് 1 തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആളാണ്, അല്ലെങ്കിൽ റൗണ്ട് 2 രജിസ്റ്റർ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടി അപ്ഗ്രഡേഷന് പോവാണ്, റൗണ്ട് 3 പോവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ്സിന്റെ ആവശ്യങ്ങൾ വരുന്നില്ല. ഓൾ ഓഫ് എ സഡൻ നിങ്ങളിപ്പോ റൗണ്ട് 1 റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, റൗണ്ട് 3 നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ വേണമെന്നാണ് അതിൽ മനസ്സിലായിട്ടുള്ളത്. ആൻഡ് അഗൈൻ ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറും അതുപോലെ തന്നെ മെയിൽ ഐഡിയും തന്നിട്ടുണ്ട്. സോ അതിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശിൽപന്റെ റൗണ്ട് 2 കിട്ടി, ബട്ട് എനിക്ക് കേരള ബെറ്റർ ഓപ്ഷൻ കിട്ടും റൗണ്ട് സെക്കൻഡിൽ എന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഓൾ ഇന്ത്യ കോളേജ് ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതി. യെസ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കോംപ്രമൈസ് ചെയ്താൽ കേരള പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ പോയിന്റ്. അപ്പോൾ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യനും ശില്പ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശില്പനോട് ചോദിച്ചാൽ മതി. ശില്പ അതിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ട്. ഏകദേശം ശില്പക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ സറണ്ടർ ചെയ്യുമ്പോൾ ശില്പയാണോ ഐശ്വര്യ? ആണ് തോന്നുന്നു. അതാണ് ശില്പക്ക് എത്ര ബുദ്ധി. ഓക്കെ, വേറൊരു ഡൗട്ട്, സറണ്ടർ ചെയ്യുമ്പോൾ കൊടുത്ത ഡെപ്പോസിറ്റ് ഫോർഫീറ്റ് ആയി പോവോ? റൗണ്ട് 1 സറണ്ടർ ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. റൗണ്ട് 2 ഓൾ ഇന്ത്യയിൽ നമ്മൾ സറണ്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ എമൗണ്ട്, അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോകുന്നുണ്ടാവും. സീറ്റ് സറണ്ടർ റൗണ്ട് 2 പോസിബിൾ അല്ലേ? റൗണ്ട് 2 പോസിബിൾ ആണ്. ലൈക്ക് നമ്മൾ റൗണ്ട് 2 സീറ്റ് സറണ്ടേർഡ് എന്നല്ല പറയാ. നമുക്ക് ഓബ്വിയസ്ലി റൗണ്ട് 2 ഓൾ ഇന്ത്യയിൽ നമുക്കൊരു സീറ്റ് കിട്ടി, നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് കേരളയിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് കൊടുത്താൽ കിട്ടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് സറണ്ടർ ചെയ്യല്ല, നമ്മൾ റിപ്പോർട്ട് ചെയ്യില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർഫീറ്റഡ് ആകും, അതായത് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കളഞ്ഞിട്ട് നമ്മൾ റൗണ്ട് 2 കേരളയിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് വിചാരിക്കുന്ന. ഒരു ക്വസ്റ്റ്യൻ, അലോട്ടഡ് കോളേജിൽ ജോയിൻ ചെയ്യുന്നെങ്കിൽ കോളേജിൽ ഇൻഫോം ചെയ്യണം? മനസ്സിലായില്ല. ലൈക്ക് അപ്ഗ്രഡേഷൻ എന്തായാലും നമ്മൾ ഇൻഫോം ചെയ്യണം. നമ്മളൊരു കോളേജിൽ അലോട്ട് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ഗ്രഡേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അത് നമ്മൾ ഡെഫിനറ്റ്ലി കൺഫേം ചെയ്യണം. വേറെ കോളേജസിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. മാം, റിപ്പോർട്ടിംഗ് ആൻഡ് ജോയിനിങ് മോസ്റ്റ്ലി സെയിം തന്നെയാണ്. ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ അവർ ചോദിക്കുന്ന കുറച്ച് ഡാറ്റാസ്, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് അവർ അവിടെ വെരിഫൈ ചെയ്യും. ലൈക്ക് നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ലൈക്ക് ഓൾ ഇന്ത്യ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ക്രീമി ലെയർ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അത് ഓൾറെഡി നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒറിജിനൽ കോപ്പീസ് ഒക്കെ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. നമ്മുടെ BDSന്റെ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെ അവരെ കോളേജസിൽ വിളിച്ച് ചോദിച്ചാൽ മതി എന്തെല്ലാം സർട്ടിഫിക്കറ്റ്സ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. ആ കാര്യങ്ങൾ കൊടുക്കുക. ആൻഡ് അഗൈൻ അപ്ഗ്രഡേഷൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്ത് പറയാം അപ്ഗ്രഡേഷൻ പോകുന്നുണ്ട്. ഇപ്പോ ആഫ്റ്റർ കോവിഡ് ഫിസിക്കൽ റിപ്പോർട്ടിംഗ് മസ്റ്റ് ആണ്. സോ റിപ്പോർട്ടിംഗ് ആൻഡ് ജോയിനിങ് പ്രൊസീജിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ഡൗട്ട് മാം, നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഫിസിക്കലി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ പിന്നെ അപ്ഗ്രഡേഷൻ കൊടുത്താല് ഇൻ കേസ് അപ്ഗ്രേഡ് ആയില്ലെങ്കിൽ നമുക്ക് ആ സീറ്റ് കൺഫേം അല്ലേ? കൺഫേം ആണ്. അതായത് നമ്മൾ ആ സീറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്തു, ജോയിൻ ചെയ്തു, ആ സീറ്റ് നമുക്ക് അലോട്ടഡ് ആണ്.
ആൻഡ് അഗൈൻ നമുക്ക് എന്തെങ്കിലും അപ്ഗ്രേഡേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സീറ്റിലോട്ട് പോകും. നമ്മുടെ സീറ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സീറ്റ് വേറൊരാൾക്ക് അലോട്ട് ആവുകയും ചെയ്യും. ഓക്കെ ഓക്കെ. വേറെ ഡൗട്ട്സ്? ഓക്കെ, എല്ലാം കൺക്ലൂഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. വളരെ ഷോർട്ട് സെഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. നിങ്ങളെ കുറെ ക്ലാരിറ്റി ആൻഡ് ബേസിക്കലി നമ്മളിങ്ങനെ സെഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന പ്രോസസ്സ് തന്നെ ഒന്ന് കൺഫേം ആക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു കൺഫർമേഷൻസ് ബേസിക്കലി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇനി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കുറേ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐശ്വര്യനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് കുറേ കൂടെ അറിയാൻ ശില്പിനെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും കൺഫ്യൂഷൻസിന്റെ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സിനാരിയോസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു. സോ ഗുഡ് നൈറ്റ് ഓൾ. നിങ്ങൾ എന്ത് ചെയ്യാം, നാളെ മുതൽ തന്നെ ഓപ്ഷൻ ഫില്ലിങ്ങും ബാക്കി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് പറയാനുള്ളത്, ഭയങ്കര സീരിയസ് ഡിസിഷൻ ആയിട്ടൊന്നും കാണണ്ട. കാരണം നിങ്ങളാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്പെഷ്യാലിറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് പോയി ചെയ്യുന്നു എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ അതിനെക്കുറിച്ച് നിങ്ങളെ കുറിച്ച് ബോധമാവുക ദാൻ ഗോയിങ് ടു ഞാൻ ജോയിൻ ചെയ്യുന്നത് ഫിസിക്കലി ഫിറ്റ് ആവാൻ അടിപൊളിയാണ് ജോയിൻ ചെയ്യുന്നത്, ജിമ്മ് സെലക്ട് ചെയ്യുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതല്ല, നിങ്ങൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, വർക്കൗട്ട് ചെയ്യുന്നതാണ് അത്ര ഇമ്പോർട്ടൻറ്റ്. സോ ഗുഡ് നൈറ്റ് ഓൾ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഗ്രൂപ്പിൽ കാണാം. താങ്ക് യു.